ചെങ്കടൽ പോൽ രണ്ടായി മാറ്റി അഭിഷേക കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കടൽ പോൽ രണ്ടായി മാറ്റി അഭിഷേക കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. കണ്ണുകളടച്ച് നമ്മുടെ ഉള്ളതും നമുക്കുള്ളതും ദൈവത്തിന് മുമ്പിലേക്ക് സമർപ്പിച്ചേ. ധ്യാനത്തിൻ്റെ അവസാനത്തെ ദിവസത്തിൽ ഈശോ നമ്മെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിനും കരുതലിനും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം ഇന്ന് നമ്മൾ ഓരോരുത്തരുടെ മേൽ ഇറങ്ങി വരുവാനായിട്ട് തീഷ്ണതയോടെ ദാഹത്തോടെ നമുക്ക് അഭിലഷിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു വിടുതൽ നമ്മൾ ഓരോരുത്തരുടെ മേലും ഇന്നേ ദിവസം ഇറങ്ങി വരുവാൻ തീഷ്ണതയോടെ ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ തിരിച്ച് ഇന്നേ ദിവസം നമ്മുടെ അതാത് ഭവനങ്ങളിലേക്ക് മടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ രക്ഷാകര ശക്തി, അവൻ്റെ വിടുതലിൻ്റെ ശക്തി, അവൻ്റെ വചനത്തിൻ്റെ, അവൻ്റെ സൗഖ്യത്തിൻ്റെ, അവൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തിയെ സ്വീകരിച്ചുകൊണ്ട് ഇവിടെ നിന്ന് മടങ്ങുവാനുള്ള വലിയൊരു അഭിഷേകം, വലിയൊരു കൃപ യേശു നമ്മളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വലിയൊരു മാധ്യസ്ഥം നമ്മുടെ മേലുണ്ട്. വിശുദ്ധ മിഖായേലിൻ്റെ സംരക്ഷണത്തിൻ്റെ വാള് നമ്മുടെ മേലുണ്ട്. സകല വിശുദ്ധരും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. സകല മാലാഖമാരുടെ ഗണങ്ങൾ നമുക്ക് കാവലും കോട്ടയുമായിട്ടുണ്ട്. ഈശോയ്ക്ക് വാക്ക് കൊടുക്കാം, ഇന്നു മുതൽ അങ്ങോട്ടുള്ള ജീവിതം കർത്താവെ പൂർണ്ണമായിട്ടും നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് എളിമപ്പെട്ട് ക്ഷമിച്ച് വിശുദ്ധീകരണത്തിൽ ആയിരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താലും ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധമയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്ക് നമ്മൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്ക് നമ്മൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്ക് നമ്മൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പരിശുദ്ധമ്മയെ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആവേ മരിയ, ആവേ ആവേ, കരങ്ങൾ വീശി ആവേ മരിയ, ആവേ ആവേ, ആവേ മരിയ, ആവേ ആവേ, ആവേ മരിയ, ആവേ ആവേ, ആവേ മരിയ. ഒരിക്കൽ കൂടെ ആവേ ആവേ, ആവേ മരിയ, ആവേ ആവേ, ആവേ മരിയ. ഇരിക്കാം. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രത്യാശയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒത്തിരി പേര് ഇനിയും വരാനുണ്ടല്ലോ, ഒത്തിരി പേര് മിസ്സിങ് ആണല്ലോ. നിങ്ങളെ അടുത്തുള്ള റൂമിലെ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ധ്യാനത്തിൻ്റെ അവസാന ദിവസത്തിലേക്ക് കടക്കുകയാണ്. അല്ല, ഈശോ നമ്മളെ കൊണ്ടുവന്ന് എത്തിയിരിക്കുകയാണ്. ധ്യാനത്തിൻ്റെ അവസാന ദിവസം. പ്രിയമുള്ള ദൈവജനമേ, ഈ ഒരു ദിവസം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ദിവസമാണ്. ഏതൊരു ധ്യാനമാണെങ്കിലും അതിൻ്റെ അവസാനത്തെ ദിവസത്തിൽ പരിശുദ്ധാത്മ അഭിഷേകം സ്വീകരിച്ച് ദൈവജനം മടങ്ങേണ്ട ദിവസമാണ്. ഇന്നേ ദിവസം നമ്മൾ സ്വീകരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം, നമ്മുടെ ആവശ്യങ്ങളിലും നമ്മുടെ നിയോഗങ്ങളിലും മാത്രമല്ല, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉടനീളം നീക്കിയിരിപ്പായിട്ട് ദൈവം നമുക്ക് നൽകുന്നതാണ് ഇന്നത്തെ ആ ഒരു അഭിഷേകത്തിൻ്റെ നിറവ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് സ്വീകരിക്കുന്ന അഭിഷേകം, അല്ലെങ്കിൽ ഈ 3 ദിവസങ്ങളിലായിട്ട് നമ്മൾ സ്വീകരിച്ച് കൊണ്ടിരിക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, അതിൻ്റെ പൂർണ്ണതയിൽ ഇന്ന് ദൈവം നമുക്ക് നൽകുമ്പോൾ, ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവവരപ്രസാദത്തിലായിരുന്നു കൊണ്ട് മുന്നോട്ട് പോകാനുള്ള വലിയൊരു ശക്തിക്കും അഭിഷേകത്തിനും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നു മുതൽ അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ ആയിരുന്നുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, എളിമപ്പെട്ടുകൊണ്ട്, ക്ഷമ അഭ്യസിച്ചുകൊണ്ട്, പൂർണ്ണമായിട്ടും ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ഇന്നു മുതൽ നമ്മൾ തുടങ്ങുന്ന ജീവിതം, ഞാൻ പറഞ്ഞു, ഇവിടെ നിന്ന് കിട്ടിയത് അഭ്യസിക്കാൻ ദൈവം നമ്മെ ഒരുക്കുന്നതാണ്. ഇവിടെ നിന്ന് എന്ത് കിട്ടിയോ അത് അഭ്യസിക്കുവാനായിട്ട് കർത്താവ് നമ്മെ ഒരുക്കുന്ന ദിവസങ്ങളാണിന്ന്. ഇവിടെ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കിയോ അത് നിങ്ങൾ പ്രാവർത്തികമാക്കുന്ന ദിനങ്ങളാണിന്ന്. ഇവിടെ നിന്ന് കിട്ടിയ അഭിഷേകത്തിൻ്റെ നിറവ് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കേണ്ട ദിനങ്ങളാണ് ഇന്നു മുതൽ അങ്ങോട്ട്. നമ്മൾ കൂടിയ ധ്യാനം ഞാൻ പറഞ്ഞു, പെന്തക്കോസ്ത അനുഭവം അല്ലെങ്കിൽ പെന്തക്കോസ്ത അഭിഷേകത്തിൻ്റെ ധ്യാനമാണ്. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ അഭിഷേകമാണ് സ്ലീഹന്മാർ ഈ പെന്തക്കോസ്ത അനുഭവത്തിലൂടെ നേടിയ അഭിഷേകത്തിലൂടെയാണ് അവർ പിന്നീട് അങ്ങോട്ട് ലോകത്തിൻ്റെ മുഴുവൻ ദേശങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും ദൈവത്തിൻ്റെ രക്ഷയുടെ സുവിശേഷവുമായിട്ട്, ജീവൻ്റെ വചനവുമായിട്ട് പുറപ്പെട്ടത് എന്നുള്ളത് നമ്മൾ മറക്കരുത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അഭിഷേകം, പെന്തക്കോസ്ത അനുഭവത്തിൻ്റെ അഭിഷേകം, നിങ്ങളിനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം അത് നിങ്ങൾ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുക. ഇനി മുതൽ അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ, ഞാൻ പറഞ്ഞു, ക്ഷമിക്കുക എന്ന് പറയുന്ന ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിനേക്കാൾ ക്ഷമിക്കുക എന്ന് പറയുന്ന വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഹല്ലേലൂയ. അത് ദൈവം ഒരുക്കുന്നതാണ്. ഇതിപ്പോൾ തിയറിയാണ് നിങ്ങൾ കഴിഞ്ഞെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങൾ ക്ഷമയുടെ പ്രാക്ടിക്കൽ ഡേയ്സ് നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരും. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു 33 ദിവസം, 41 ദിവസം, 7 ദിവസമൊക്കെ നിങ്ങൾ വ്രതം എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. വ്രതം മീൻസ് സന്യസ്തരെടുക്കുന്ന വ്രതമുണ്ട്. അവരുടെ ദാരിദ്ര്യം, അനുസരണം, ബ്രഹ്മചര്യം എന്ന് പറയുന്ന വ്രതം. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്നും എടുത്ത് നോക്ക്, നമുക്ക് മനസ്സിലാവുമല്ലോ എന്താണ് ആ വ്രതം എന്നുള്ളത്. അതിൽ ദാരിദ്ര്യവും അനുസരണവും എന്ന് പറയുന്ന ഒരു 2 സംഭവം നമ്മളെക്കൊണ്ട് സാധിക്കുകയില്ലയോ എന്നുള്ളത് നിങ്ങൾക്കപ്പോൾ മനസ്സിലാവും എന്താണെന്നുള്ളത്. എങ്ങനെ അനുസരണത്തിന് കീഴിൽ നിൽക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ഒരു നിയോഗം നിങ്ങൾ വെച്ചുകൊണ്ട് ഒരു നിശ്ചിത ദിവസത്തേക്ക് നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും ഞാൻ ക്ഷമിച്ചോളാം ഈശോയെ എന്നുള്ള രീതിയിൽ ഒരു നിശ്ചിത ദിവസത്തേക്ക് പൂർണ്ണമായിട്ടും ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങിക്കൊണ്ട്, എളിമപ്പെട്ടുകൊണ്ട്, അനുസരിച്ചുകൊണ്ട്, ക്ഷമിച്ചുകൊണ്ട് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ദിവസങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. കർത്താവിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കരുണ നിങ്ങൾ ഓരോരുത്തരുടെ മേലെ ഇറങ്ങി വരുന്നതും, നിങ്ങളുടെ കുടുംബത്തിൻ്റെ കുറേ കെട്ടുകൾ, ഇപ്പോൾ നമ്മൾ ഇന്നലത്തെ ആരാധനയിൽ ഒത്തിരി കെട്ടുകൾ അഴിഞ്ഞു കിടക്കുന്ന ഈശോ കാണിച്ചു തന്നു. ഒത്തിരി രോഗത്തിൻ്റെ കെട്ടുകൾ ഇന്നലെ രാത്രി ഇരുന്ന് നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഒത്തിരി രോഗത്തിൻ്റെ കെട്ടുകളൊക്കെ ഇവിടെ ഈശോ സുഖപ്പെടുത്തിയതൊക്കെ നിങ്ങൾ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏത് മാറ രോഗപീഠകളാണെങ്കിലും പൈശാചിക ബന്ധനങ്ങളാണെങ്കിലും എന്തു തന്നെയാണെങ്കിലും അവിടെയെല്ലാം ദൈവത്തിൻ്റെ വചനവും അവൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും നിങ്ങളിലൂടെ പ്രവർത്തിച്ചാൽ അതിനെല്ലാത്തിലും വിടുതലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത ധ്യാനത്തിലേക്ക് നിങ്ങൾ ലക്ഷ്യം വെക്കാതെ ഇനി നിങ്ങളിൽ നിന്ന് മറ്റുള്ളവരെ ധ്യാനത്തിൻ്റെ അഭിഷേകം സ്വീകരിക്കാനായിട്ട് നിങ്ങൾ
ലക്ഷ്യം വെച്ച് ജീവിക്കണേ. അടുത്ത ധ്യാനത്തിലേക്ക് ഇനി നിങ്ങൾ ലക്ഷ്യം വെക്കണ്ട. ഇനി അടുത്ത ധ്യാനം അതല്ല, മറിച്ച് ഇനി അടുത്ത വ്യക്തി, ഇനി അടുത്ത തിരഞ്ഞെടുക്കപ്പെട്ടത്, അങ്ങനെയല്ല നിങ്ങൾ നോക്കേണ്ടത്. ഇന്നു മുതൽ അങ്ങോട്ട് നിങ്ങൾക്ക് മറ്റൊരാളെ ധ്യാനിപ്പിക്കാൻ തക്ക വിധത്തിൽ നിങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ക്ഷമയും കരുണയും അനുകമ്പയും ഒക്കെ നിങ്ങളിൽ നിന്ന് ഇന്നു മുതൽ അങ്ങോട്ട് പുറപ്പെടാനായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 8-ാം അധ്യായം എടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുശേഷം വരുന്നൊരു വാക്യമുണ്ട്: ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. എന്നാൽ നിങ്ങളുടെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവൻ ഉള്ളതായിരിക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു വചനം നമ്മൾ ഏറ്റവും കൂടുതൽ ഓരോ ധ്യാനം കഴിഞ്ഞിട്ട് നമ്മൾക്ക് കിട്ടുന്ന ഒരു ബോധ്യമാണ് ഈ വചനം. അതായത് ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എന്തെന്നാൽ യേശു ക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. യേശു ക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അനുഭവിച്ചറിഞ്ഞ അഭിഷേകത്തിൻ്റെ നിയമം. യേശു ക്രിസ്തുവിൽ ഒരു ജീവാത്മാവിൻ്റെ നിയമമുണ്ട്, ജീവൻ്റെ നിയമമുണ്ട്. അതുവരെ ഉണ്ടായിരുന്ന ലോകത്തിൻ്റെ നിയമങ്ങളും പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്ന് പറയുന്ന ആ ലോകത്തിൻ്റെ നിയമങ്ങൾ, പ്രതികാരത്തിൻ്റെ നിയമങ്ങൾ, ശിക്ഷയുടെ നിയമങ്ങൾ, നീ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ കിട്ടണം എന്നുള്ള നിയമങ്ങൾ, ഇതിൽ നിന്നെല്ലാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയുടെ നിയമം, ജീവാത്മാവിൻ്റെ നിയമം നമ്മളെ മുക്തരാക്കി എന്നുള്ളതാണ്. ഹല്ലേലൂയ. നമ്മൾ ഏത് ജീവിത അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും, ഏത് പാപ അവസ്ഥയിലൂടെ കടന്നു പോയവരാണെങ്കിലും, കർത്താവായ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ജീവാത്മാവിൻ്റെ നിയമത്തിലേക്ക്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള പാപത്തിൻ്റെ മേഖലകളിലൂടെ, ഏതെങ്കിലും തരത്തിലുള്ള മാരക പാപത്തിൻ്റെ മേഖലകളിലൂടെ, ഏതെങ്കിലും തരത്തിലുള്ള ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില പാപ സാഹചര്യങ്ങളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ടെങ്കിലും കർത്താവിൻ്റെ കരുണ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. അതും ഇന്നും എന്നും നമ്മളോടുകൂടെ തന്നെയുണ്ട്. അവൻ കരുണ വർഷിക്കുന്നതിൽ ഒരിക്കലും നമ്മളോട് വിമുഖത അവൻ കാണിക്കുന്നില്ല. നീ എത്ര പാപിയാണെങ്കിലും, നീ ഏത് മാരകപാപം ചെയ്തിട്ടുണ്ടെങ്കിലും, പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിൻ്റെ കരുണ എന്നും നിനക്ക് അർഹതയുള്ളതാണ്. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന അവൻ്റെ ഏറ്റവും വലിയ ശക്തിയുടെ പേരാണ് കരുണ. കാരണം അവൻ്റെ ഏറ്റവും വലിയ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് പുറപ്പെട്ടതിൽ നമുക്ക് പറയാൻ പറ്റും, അവനിൽ നിന്ന് പുറപ്പെട്ട ഏറ്റവും വലിയ ശക്തി കരുണ മാത്രമാണ്. കാരണം യേശു മരിച്ചവരെ ഉയർപ്പിച്ചാലും, ഏത് വലിയ രോഗം സുഖപ്പെടുത്തിയാലും, അതിനെല്ലാത്തിനും യേശുവിൽ നിന്ന് പുറപ്പെട്ട ശക്തി ഒന്നാ പ്രിയപ്പെട്ടവരെ. യേശുവിൽ നിന്ന് പുറപ്പെട്ട ശക്തി അതിനെല്ലാത്തിനും ഒരേ ശക്തിയാണ്. ഇപ്പോൾ കർത്താവ് കണ്ണിന് കാഴ്ച കൊടുക്കുന്നതും, അന്ധനെ സുഖപ്പെടുത്തുന്നതും, ചെവിടിന് കേൾവി കൊടുക്കുന്നതും, മരിച്ചവരെ ഉയർപ്പിക്കുന്നതിലെല്ലാം യേശുവിൽ നിന്ന് ഒരേ ശക്തി പുറപ്പെട്ടാൽ മതി. യേശുവിൽ നിന്ന് അവൻ്റെ കരുണ പുറപ്പെടുക എന്ന് പറയുമ്പോൾ അത് ആയുഷ്കാലത്തേക്കാ ഒരു വ്യക്തിയുടെ, അതായത് ഞാൻ ജനിച്ച് എന്നെ തിരിച്ച് മരിച്ച് അടക്കം ചെയ്യുന്നത് വരെ ആ വ്യക്തിയിലേക്ക് കർത്താവിൻ്റെ കരുണ പുറപ്പെടണമെങ്കിൽ അവൻ ചെയ്ത പാപങ്ങൾ, അവൻ ചെയ്ത നിന്ദാപമാനങ്ങൾ, ക്രിസ്തുവിനെതിരെ, സഭയ്ക്കെതിരെ, സ്വർഗത്തിനെതിരെ അവൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതെല്ലാം ക്ഷമിക്കാതെ കർത്താവിൻ്റെ കരുണ അവൻ്റെ മേൽ പുറപ്പെടില്ല. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ കർത്താവ് ഒരു രോഗിയെ സുഖപ്പെടുത്തുമ്പോഴോ, കർത്താവ് ഒരു മരിച്ചവനെ ഉയർപ്പിക്കുമ്പോഴോ ഉള്ളതിനേക്കാൾ അധികമായിട്ട് ഞാനും നിങ്ങളും ആഗ്രഹിക്കേണ്ടത് നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. കാരണം നമ്മുടെ രോഗമായിക്കൊള്ളട്ടെ, നമ്മുടെ കടബാധ്യതകളായിക്കൊള്ളട്ടെ, കുടുംബ പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, കർത്താവിന് അതിനൊരു നിമിഷം വേണ്ട. പക്ഷേ എൻ്റെ പാപങ്ങൾ, എൻ്റെ വെറുത്തുപേക്ഷിക്കാൻ പറ്റാത്ത പാപങ്ങൾ, എൻ്റെ ചില തെറ്റായ ശീലങ്ങൾ, ഞാൻ പതിവായി ചെയ്യുന്ന എൻ്റെ ഹാബിച്വൽസ്, എൻ്റെ തഴക്കദോഷങ്ങൾ, എൻ്റെ പതിവായി ചെയ്യുന്ന പാപത്തിൻ്റെ മേഖലകൾ, പ്രിയപ്പെട്ട ദൈവജനമേ, ഇതിലേക്ക് കർത്താവിൻ്റെ കരുണ ചൊരിയപ്പെടണമെങ്കിൽ ഞാൻ ആദ്യം ഇതിൽ നിന്നൊന്ന് തിരുത്തപ്പെടേണ്ടതായിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന പാപത്തിൻ്റെ മേഖലയിൽ നിന്ന് ഞാനൊന്ന് പിന്നോട്ട് മാറേണ്ടതായിട്ടുണ്ട്. ഈ പാപത്തിൻ്റെ മേഖല എത്രത്തോളം എന്നെ ഭരിക്കുന്നുണ്ടോ അപ്പോഴും ദൈവത്തിൻ്റെ കരുണ, അനന്തമായ കരുണ, അളവുകളില്ലാത്ത കരുണ നമ്മുടെ മേൽ ചൊരിയുന്നുണ്ടെങ്കിൽ അതല്ലേ ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്.
ഒരു രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ട് ആ ഒരു സമയത്തേക്ക് കർത്താവിൻ്റെ ശക്തിയെ ഞാൻ സ്വീകരിക്കുമ്പോൾ എൻ്റെ ആയുസ്സിൽ ഉടനീളം എൻ്റെ മരണം വരെ, ഒരുപക്ഷെ എൻ്റെ മരണത്തിന് ശേഷവും എനിക്ക് പ്രതീക്ഷിക്കാവുന്ന ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെയും പേരാണ് കരുണ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് വേർപെടുത്തി അല്ലെങ്കിൽ വിടുവിച്ചു എന്ന് വചനത്തിലൂടെ ശ്ലീഹ നമ്മളോട് ഉദ്ബോധിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൻ്റെ ജീവാത്മാവിൻ്റെ നിയമമാണ് ജീവൻ്റെയും ആത്മാവിൻ്റെയും നിയമം. അത് രണ്ടും അവനിൽ നിന്ന് പുറപ്പെട്ടതാണ് ലോകത്തിലേക്ക്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം, ആ നിയമത്തെ നിങ്ങൾ ശ്രദ്ധിക്കണേ. ജീവാത്മാവിൻ്റെ നിയമം, അവനിൽ നിന്നാണ് ജീവനും ആത്മാവും പുറപ്പെടുന്നത്. ഈ പുറപ്പെട്ട ജീവാത്മാവ് നമ്മളെ ഭരിക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾക്ക് പുനർജീവൻ നൽകുകയാണ് ചെയ്യുന്നത്. യേശു ക്രിസ്തുവിൽ നിന്ന് പുറപ്പെടുന്ന ജീവാത്മാവ് ഒരിക്കലും നമ്മളെ ഭരിച്ചടക്കുകയല്ല പ്രിയപ്പെട്ടവരെ, മറിച്ച് നമ്മുടെ പാപത്തിൽ നമ്മൾ മരിക്കുമ്പോൾ വീണ്ടും യേശു ക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നമ്മെ ഭരിക്കും, നമ്മളെ പുതുജീവനിലേക്ക് വീണ്ടും കൊണ്ടുപോകും. നമ്മൾ വീണ്ടും ആത്മാവിൽ കെട്ടുപോകുമ്പോൾ, പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മുടെ ജീവിതം കെട്ടുപോകുമ്പോഴും ഇതേ ജീവാത്മാവിൻ്റെ നിയമം കർത്താവായ ദൈവം നമ്മളിലേക്ക് അയക്കും. നിങ്ങൾ ഏതെങ്കിലും നല്ലൊരു പ്രാർത്ഥനയിലായിരുന്ന വ്യക്തി വീണ്ടും ആ പ്രാർത്ഥനാ ജീവിതം ഉപേക്ഷിച്ച് പാപകരമായ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടോ? കർത്താവായ ദൈവം പറയുന്നു, എൻ്റെ കരുണ നിന്നെ ഇപ്പോഴും താങ്ങി നിർത്തുന്നുണ്ട്. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ ഏത് പാപാവസ്ഥയിൽ ജീവിച്ചിരുന്നവരാണെങ്കിലും, എത്ര വലിയ ജീവിതത്തിൻ്റെ തുറകളിലൂടെ പാപത്തിൻ്റെ വഴികളിലൂടെ നടന്നുപോയെങ്കിലും, നിങ്ങൾക്കും എനിക്കും പ്രതീക്ഷിക്കാനുള്ള ഏറ്റവും വലിയ ആശ്രയവും സങ്കേതവുമാണ് കർത്താവിൻ്റെ കരുണ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. അവിടെ എന്നും, അവിടെ എന്തിനും എനിക്ക് ഉത്തരമുണ്ട്. അവിടെ എന്തിനോടും എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റും. കാരണം അവിടെ കരുണ മാത്രമേ പുറപ്പെടുന്നുള്ളൂ പ്രിയപ്പെട്ടവരെ. ദൈവത്തിൽ നിന്ന് കരുണ മാത്രം, മറ്റൊന്നും അവനിൽ നിന്ന് പുറപ്പെടുന്നില്ലെങ്കിൽ ഞാൻ ഒരു ശുശ്രൂഷ ജീവിതത്തിൽ നിന്ന വ്യക്തിയാണ്, ഞാൻ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന വ്യക്തിയാണ്. പെട്ടെന്ന് ഒരു പാപത്തിൽ ഞാൻ വീണു, എൻ്റെ പ്രാർത്ഥനയെ ഞാൻ ഉപേക്ഷിക്കുക. സാധാരണ ഏതൊരു വ്യക്തിക്കും സാധാരണ ഏറ്റവും വലിയ കളിയതാ, നമ്മളെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിൽക്കുന്ന വ്യക്തിയെ കൊണ്ട് ഏതെങ്കിലും ഒരു മാരക പാപം ചെയ്യിച്ചിട്ട്, പ്രിയപ്പെട്ട ദൈവജനമേ, ആ ചെയ്യിച്ച പാപത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ ആ പാപത്തിന് വേണ്ടി അതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രാർത്ഥനാ ജീവിതത്തെയാണ് വെറുക്കുന്നത്, അല്ലെങ്കിൽ വേണ്ടാന്ന് വയ്ക്കുന്നത്. അതിന് സാത്താൻ നമ്മുടെ ഉള്ളിൽ ഒരു കുറ്റബോധം തരും. ഇനി ഞാൻ പ്രാർത്ഥിച്ചിട്ടൊരു കാര്യമില്ല, കാരണം ഞാൻ ഈ തെറ്റ് ചെയ്തവനും ചെയ്തവളും അല്ലേ. ഇങ്ങനെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒരു സാത്താൻ്റെ ഒരു കളിയുണ്ട്. നിങ്ങളതിൽ വീണു പോകരുത്. ഏതെങ്കിലും ഒരു പാപം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, അതിൽ നിങ്ങൾ വീണ് കിടക്കരുത്. ആ പാപത്തിൽ നിങ്ങൾ ആയിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ കരുണ നിങ്ങളുടെ മേലുണ്ട് എന്നുള്ളത് മറക്കരുത്. ഈശോ നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കൂടുതൽ മോശമായത് സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. ആമേൻ, ഹല്ലേലൂയ. അവനൊരിക്കലും ഒരു പാപത്തെയും കുറ്റപ്പെടുത്തിയിട്ടില്ല, ഒരു പാപിയെയും കുറ്റപ്പെടുത്തിയില്ല. അവൻ വീണ്ടും അവർക്ക് പ്രതീക്ഷയുടെ പുതുജീവൻ നൽകിക്കൊണ്ട് അവരെ ജീവിതത്തിലേക്ക് നയിക്കുകയും അവൻ ചെയ്തിട്ടുള്ളൂ. ഒരിക്കലും നീ ഇത്രയും വലിയ പാപിയാണ്, നിനക്ക് സ്വർഗം കിട്ടില്ല എന്നൊന്നും കർത്താവ് പറയുന്നില്ല. മറിച്ച് അവന് വീണ്ടും രക്ഷയ്ക്ക് അവസരം ഒരുക്കി കൊടുക്കുകയേ ദൈവം ചെയ്യുന്നുള്ളൂ. കാരണം സ്വർഗത്തിലേക്ക് നമ്മുടെ ആത്മാക്കളെ തിരിച്ചെടുക്കേണ്ടത് കർത്താവിൻ്റെ ആവശ്യമായതുകൊണ്ട് തന്നെ ആത്മാക്കളുടെ രക്ഷ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നിൻ്റെ നിരവധിയായിട്ടുള്ള പാപങ്ങൾക്ക് കർത്താവ് നിനക്ക് മാപ്പ് തന്നു കഴിഞ്ഞതാ. നിന്റെ നിരവധിയായിട്ടുള്ള പാപങ്ങൾക്കും നിന്റെ നിരവധിയായിട്ടുള്ള തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും ദൈവമായ കർത്താവ് മാപ്പും പൊറുതിയും നൽകി കഴിഞ്ഞതാ. വീണ്ടും നമ്മൾ അതിനെക്കുറിച്ച് ആകുലപ്പെടുകയോ ഉത്കണ്ഠപ്പെടുകയോ ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല പ്രിയപ്പെട്ടവരെ. മറിച്ച് യേശുവിലേക്ക് കൊടുത്ത് തീരുമാനമെടുക്കാൻ പറ്റണം, മേലിൽ ഇത്തരത്തിൽ ഞാൻ എൻ്റെ ജീവിതം വഴി മാറ്റത്തില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാക്സിമിലിയൻ കോൾബെ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, മാക്സിമിലിയൻ കോൾബെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നിങ്ങളൊരു പാപം ചെയ്തു, ബോധപൂർവം ചെയ്യുന്നത് പാപമാണെന്നറിയാം. ഈ പാപം നിങ്ങളുടെ തഴക്കദോഷമായി മാറിക്കഴിഞ്ഞാൽ ഈ പാപം നിങ്ങളെ കൊണ്ട് നിസ്സതം ചെയ്യിച്ചു.
അത് നിങ്ങൾ മാറാൻ വീണ്ടും തീരുമാനമെടുത്ത് അതിൽ നിന്ന് നിങ്ങൾ പിടിച്ച് ബലം കൊടുത്ത് നിങ്ങൾ പിന്നോട്ട് മാറി വീണ്ടും അതേ പാപം നിങ്ങൾ ചെയ്തു. ഇങ്ങനെ ഇത് ആവർത്തിക്കപ്പെട്ടെങ്കിൽ വിശുദ്ധം പറയുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ട, വീണ്ടും കർത്താവ് നിങ്ങളെ കരുണയോടെ തന്നെയാണ് നോക്കണമെന്ന്. നമ്മൾ ഏതെങ്കിലും ഒരു നിങ്ങളെ പ്രാർത്ഥന ജീവിതം ഇപ്പം ഇന്ന് നിങ്ങൾ തുടങ്ങുമ്പോൾ നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആരോഗ്യമായിട്ടോ എങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിലോ നിങ്ങൾക്ക് സംസാരിക്കേണ്ടതായിട്ടോ നിങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ എന്താ പറയുക, നിങ്ങൾ അതിര് വിട്ട് സംസാരിച്ച് പോവുകയോ നിങ്ങൾ ദേഷ്യം പ്രകടിപ്പിക്കുകയോ ചെയ്ത് കഴിയുമ്പോഴും നിങ്ങളൊരു പാപത്തിലേക്ക് അതരം കൊണ്ടോ കണ്ണുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വന്നു പോയാലും പ്രിയപ്പെട്ടവരെ, അത് രാത്രി വരെ എത്താനായിട്ട് നിൽക്കരുത്. നിങ്ങളതിനെ സോൾവ് ചെയ്തിട്ടുണ്ടാകണം. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. ഏത് പാപത്തിൻ്റെ മേഖലയാണെങ്കിലും അത് കിടക്കയിലെത്താൻ അനുവദിക്കരുത്. ആ പാപത്തിൻ്റെ മേഖലയുമായിട്ട് കിടക്കയിലെത്താൻ അനുവദിക്കും. കുമ്പസാരക്കൂട്ടിലേക്ക് എത്താൻ ഒരുപക്ഷെ സാധിച്ചെന്ന് വരില്ല അന്ന് തന്നെ, പക്ഷേ അത് പരിഹരിക്കാനും അത് മാപ്പ് പറയാനും നിങ്ങൾക്ക് സാധിക്കും. കിടക്ക വരെ ഒരു പാപവും പാപ സാഹചര്യങ്ങളും പാപത്തെ പ്രേരിപ്പിച്ച വ്യക്തിയും കിടക്ക വരെ എത്താനായിട്ട് ഒരിക്കലും അനുവദിക്കരുത്. ഹല്ലേലൂയ. അതിനു മുമ്പ് അത് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളിൽ അടിഞ്ഞുകൂടിക്കിടക്കുന്ന മാലിന്യങ്ങൾ ഉണ്ടാവത്തില്ല. പാപങ്ങളേക്കാൾ വലുതാണ് പാപം. പാപങ്ങളേക്കാൾ വലുതാണ് പാപം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിരവധിയായിട്ട് നിങ്ങളിങ്ങനെ കളക്ട് ചെയ്ത് പാപങ്ങൾ കിടക്കുക. ഇതിങ്ങനെ കിടന്ന് ഇതെല്ലാം നിങ്ങൾ കൊണ്ട് സ്റ്റോർ ചെയ്യുന്ന സ്ഥലം നിങ്ങളുടെ ബെഡ് തന്നെയാണ്. ഇതിനെല്ലാം നിങ്ങൾ ബെഡിൽ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. രാത്രി അവിടെ പോയി കിടന്ന് ആലോചിച്ച് കിടന്നുറങ്ങും. ഓരോ തവണ ഇങ്ങനെ ആലോചിച്ചാണ് ബെഡിൽ നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുക ഒരു ദിവസത്തിൻ്റെ. ഇത് ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്ന ഒരു ഏരിയയാണ് പ്രിയപ്പെട്ടവരെ. അത് പാടില്ല. ഒരു പാപവും പാപത്തിൻ്റെ മാലിന്യങ്ങളും കളക്ട് ചെയ്ത് വെക്കാൻ സമ്മതിക്കരുത്. വിശുദ്ധ കുമ്പസാരത്തിലൂടെ അതിന് റിലീസ് ചെയ്ത് വിട്ടേക്കണം. പിന്നീട് അതൊന്നും നിങ്ങൾ സൂക്ഷിക്കരുത്. സാത്താൻ നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടും പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷെ വീഴാതെ ഹേതുവാകാതെ ജീവിക്കാനുള്ള കൃപ ദൈവമായ കർത്താവ് നിന്റെ ആത്മാവിന് അതിനുള്ള ബലം തന്നിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. അവിടുന്ന് തൻ്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോകത്തിൻ്റെ നിയമം. ലോകത്തിൻ്റെ നിയമം ശരീരത്താൽ ബലഹീനമാണ്. ഞാൻ ചെയ്യുന്ന ഏതൊരു പാപവും എൻ്റെ ശരീരം കൊണ്ട് ഞാൻ ചെയ്യുന്ന പാപത്തിൻ്റെ സകല മേഖലകളും പ്രിയപ്പെട്ട ദൈവജനമേ, എൻ്റെ ശരീരത്തെ മലിനമാക്കുന്നതിലൂടെ, ആത്മാവിൻ്റെ ആലയത്തെ മലിനമാക്കുന്നതിലൂടെ ഈ ആത്മാവിലേക്ക് മാലിന്യത്തിൻ്റെ ഘടകങ്ങൾ കടന്നു ചെല്ലുന്നുണ്ടെന്നുള്ളത് മറക്കരുത്. ഇത് എൻ്റെ ആത്മാവിലേക്ക് കടന്ന് എൻ്റെ ആത്മാവിനെ മലിനമാക്കി എന്നേക്കുമായിട്ട് എന്നെ സ്വർഗത്തെ നഷ്ടപ്പെടുത്താനായിട്ടേ അത് ഇടവരുത്തുള്ളൂ. ഏത് പാപം നിങ്ങളുടെ ജീവിതത്തിൽ, ഏത് പാപം നിങ്ങൾ ചെയ്ത് അത് നിങ്ങളുടെ ആത്മാവിനെ ബാധിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ട ദൈവജനമേ, ആ പാപത്തിൻ്റെ മേഖല നിങ്ങളുടെ ആത്മാവിൽ കെട്ടപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ആത്മാവിനെ വിശുദ്ധീകരിച്ച് നിങ്ങൾ കൊണ്ടുവരണം. നമ്മളതിന് പലരും പറയും തിരുരക്തത്താൽ കഴുകപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ. തിരുരക്തത്താൽ കഴുകണമെങ്കിൽ ആദ്യം ഈ തിരുരക്തം കയ്യിലെടുക്കാനുള്ള അധികാരം നമുക്കുണ്ടാവണം. അധികാരം അല്ലെങ്കിൽ അതിനുള്ള അഭിഷേകം ഉണ്ടാവണം. യേശുവിൻ്റെ തിരുരക്തം തളിക്കപ്പെടേണ്ടത് നമ്മുടെ പാപത്തിന്മേലാണ്. ചിലർ യേശുവിൻ്റെ തിരുരക്തം കൊണ്ടുപോയിട്ട് വീടിൻ്റെ കട്ടളപ്പടികളിലും അവിടെ ഇവിടെ എല്ലാം തളിക്കപ്പെടട്ടെ, ഇവിടെ തളിക്കപ്പെടട്ടെ, ഇവിടെ തളിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ തിരുരക്തം എന്താണ്? വല്ല ഫിനോയിലാണ് ഇങ്ങനെ തളിക്കാനായിട്ട്? പ്രിയപ്പെട്ടവരെ, യേശു തൻ്റെ തിരുരക്തം ചിന്തിയത് എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ കറ കഴുകാനാണ്. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു തൻ്റെ തിരുരക്തം എൻ്റെയും നിങ്ങളുടെ മേൽ ചിന്തിയത് നമ്മുടെ പാപത്തിൻ്റെ കറ കഴുകാനാ. അപ്പൊ യേശുവിൻ്റെ തിരുരക്തം തളിക്കപ്പെടേണ്ടത് എൻ്റെ പാപത്തിൻ്റെ കറ പുരണ്ടിരിക്കുന്ന എൻ്റെ ആത്മാവിൻ്റെ മേലായിരിക്കണം. ഹല്ലേലൂയ. എൻ്റെ ആത്മാവിൻ്റെ മേലായിരിക്കണം യേശുവിൻ്റെ പരിശുദ്ധ രക്തം തളിക്കപ്പെടേണ്ടതും ചിന്തപ്പെടേണ്ടതും, മറ്റെവിടെയല്ല.
ഞാൻ എപ്പോഴെല്ലാം തിരുരക്തത്തെ തളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ അതെൻ്റെ ആത്മാവിലായിരിക്കണം പ്രിയപ്പെട്ടവരെ. ആത്മാവിൽ തിരുരക്തത്തെ തളിച്ച് പ്രാർത്ഥിക്കണം. ആത്മാവിൽ തിരുരക്തത്തെ തളിച്ച് പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ഏത് പാപം മൂലം എൻ്റെ ആത്മാവ് കെട്ടപ്പെട്ടിരിക്കുന്നുവോ ആ പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ ആത്മനാ ഞാനൊരു തീരുമാനമെടുത്തതിന് ശേഷമേ തിരുരക്തം തളിക്കാൻ പാടുള്ളൂ. ഏത് പാപാവസ്ഥ, ഇപ്പം ഞാൻ പറഞ്ഞു ചില പാപങ്ങൾ പതിവായി ചെയ്തത് വഴി നമ്മുടെ ആത്മാവ് കെട്ടപ്പെട്ട അവസ്ഥയിൽ കിടക്കാം. ഈ കെട്ടപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്ന ആത്മാവ് പ്രിയപ്പെട്ട ദൈവജനമേ, അതിൻ്റെ മേൽ, ആ കെട്ടപ്പെട്ട അവസ്ഥയിലേക്ക് മേൽ ദൈവത്തിൻ്റെ തിരുരക്തം തളിക്കരുത്. മറിച്ച് ഞാൻ ഏത് പാപം മൂലം എൻ്റെ ആത്മാവിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആ പാപത്തെ വെറുത്തുപേക്ഷിക്കാൻ ഞാൻ ആദ്യം തീരുമാനമെടുത്തതിന് ശേഷം വേണം യേശുവിൻ്റെ പരിശുദ്ധ രക്തം എൻ്റെ ആത്മാവിൻ്റെ ഓരോ മേഖലകളിലും തളിക്കാനായിട്ട്. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ തിരുരക്തം എൻ്റെ ആത്മാവിൻ്റെ ഓരോ മേഖലകളിലും തളിക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, നിരവധിയായിട്ടുള്ള ശരീരത്തിൻ്റെ കെട്ടുകൾ അതുവഴി അഴിയും. നിരവധിയായിട്ടുള്ള ശരീരത്തിൻ്റെ കെട്ടുകൾ, രോഗത്തിൻ്റെ കെട്ടുകൾ, മാരകരോഗത്തിൻ്റെ കെട്ടുകൾ, മാറാരോഗത്തിൻ്റെ കെട്ടുകൾ അതുവഴി അഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ ദിവസങ്ങളിലൂടെ എല്ലാം പ്രാർത്ഥിക്കാനായിട്ട് ഒത്തിരി പേര് വന്ന് 2 ദിവസം രാത്രി മുഴുവൻ പ്രാർത്ഥിക്കാൻ വേണ്ടി അവർ വരുമ്പോൾ കണ്ണടച്ചിട്ട് ഞാൻ പറയും, ഇവർ വന്ന് നിൽക്കുക തന്നെ ഇവർ സ്തുതിക്കാൻ തുടങ്ങും. നമ്മുടെ തലയിൽ തൊടണ്ട, അതിന് മുമ്പ് തന്നെ സ്തുതിക്കാൻ തുടങ്ങും. അന്ന് അല്ലാതെ സ്തുതിക്കാൻ പറഞ്ഞാലോ സ്തുതിക്കത്തുമില്ല. അല്ലാതെ നിങ്ങൾ സ്തുതിക്കെന്ന് പറഞ്ഞാലും സ്തുതിക്കത്തുമില്ല, വായും പൊട്ടിയിരിക്കും. അപ്പോൾ ആ സമയത്ത് സ്തുതിക്കും, അതരം ചലിപ്പിച്ചുകൊണ്ടിരിക്കും. ചെയ്യരുത്. നിങ്ങൾ ആ സമയത്ത് ആത്മാവിൽ ദൈവത്തെ ദർശിച്ച് നിങ്ങളുടെ ആത്മാവിൻ്റെ വിശദീകരണത്തിന് വേണ്ടിയിട്ട് വേണം ആ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ. കാരണം ഏതൊരു പുരോഹിതനായിക്കൊള്ളട്ടെ, ഏതൊരു ശുശ്രൂഷകനായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ശിരസിൽ കൈവയ്ക്കുമ്പോൾ ഫിസിക്കലി നിങ്ങളുടെ ശിരസിലാണ് കൈ ഇരിക്കുന്നതെങ്കിലും കൈ വച്ചിരിക്കുന്നത്, ആ പൗരോഹിത്യത്തിന് അധികാരം കൈവച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ആത്മാവിലാണ്. കെട്ട് പൊട്ടുന്നത് അവിടെ നിന്നാണ്. വിടുതൽ കിട്ടുന്നത് ശരീരത്തിനും, കെട്ടുപൊട്ടുന്നത് ആത്മാവിനും, വിടുതൽ കിട്ടേണ്ടത് ശരീരത്തിനും. നമ്മൾ ഏതെങ്കിലും ഒരു പാപം, ഏതെങ്കിലും ഒരു ജീവിത സാഹചര്യം, ഏതെങ്കിലും ഒരു തഴക്കദോഷം നമ്മളിലുണ്ടെങ്കിൽ ആ കെട്ട് പൊട്ടിക്കേണ്ടത് ആത്മാവിൽ നിന്ന്. ആ കെട്ട് പൊട്ടിക്കണം. അതിൻ്റെ വിടുതൽ സൗഖ്യമായിട്ട് ശരീരത്തിന് അനുഭവപ്പെട്ടോളും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യേശുവിൻ്റെ നിയമം ശരീരത്തിൻ്റെ നിയമത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കും. ശരീരത്തിൻ്റെ നിയമമുണ്ട്. നമ്മൾ കണ്ണിന് പകരം കണ്ണെന്ന് പറയുന്ന ശരീരത്തിൻ്റെ ഒരു നിയമമുണ്ട്. എന്ത് ചെയ്തുവോ അതിന് ശിക്ഷ എന്ന് പറയുന്ന ശരീരത്തിൻ്റെ നിയമമാണ്. ഇവിടെ ശിക്ഷിക്കുന്നത്, ലോകം ശിക്ഷിക്കുന്നത് എപ്പോഴും ശരീരത്തെയാണ്. ലോകം, ഈ ലോകത്തിൽ നീ ചെയ്യുന്ന തെറ്റിൽ ലോകം നിന്നെ ശിക്ഷിക്കുന്നത്, ലോകത്തിൻ്റെ കോടതി നിന്നെ വിധിക്കുന്നത് ശരീരത്തിനാണ്, ആത്മാവിനല്ല. പക്ഷെ ദൈവത്തിൻ്റെ കോടതിയിൽ നിന്നെ ശിക്ഷിക്കുമ്പോൾ ആ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടതിൻ്റെ ശരീരമല്ല, ആത്മാവാണ്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ലോകത്തിൻ്റെ കോടതിയിലേക്ക് നിങ്ങൾ നോക്കണ്ട പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കോടതിയിലേക്ക് നോക്കുക. കാരണം അവിടെ ശിക്ഷ വിധിക്കുന്നതിൻ്റെ ശരീരത്തിനല്ല. കാരണം ശരീരത്തിന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവരി യാഗത്തിലൂടെ അപ്പൻ ശിക്ഷ വിധിച്ച് കഴിഞ്ഞതാ. ആ ശിക്ഷ കിട്ടിക്കഴിഞ്ഞതാ. നിങ്ങൾ പിന്നെ അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാനോ ആകുലപ്പെടാനോ ഭാരപ്പെടാനോ പാടില്ല. കാരണം പിതാവായ ദൈവം പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിലേക്കാ പുത്രനെ അയച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് തന്നെയാണ് ഉൽപ്പത്തി പറയുന്നത്. നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ഇത് തന്നെ ഈ പാപത്തിൻ്റെ സാദൃശ്യത്തിൽ, ഈ പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിലേക്ക്, ഈ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ സാദൃശ്യത്തിലേക്ക് കർത്താവായ ദൈവം വീണ്ടും ലോകത്തിലേക്ക് കടന്നു വരിക. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തിയിൽ ദൈവമായ കർത്താവ് മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ശ്രദ്ധിച്ചു കേൾക്കുക നിങ്ങൾ. ഉൽപ്പത്തിയിൽ മനുഷ്യനെ ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു, ഫോം ചെയ്തു. ഉൽപ്പത്തിയിൽ അപ്പോൾ ദൈവമായ കർത്താവ് ഭൂമിയിലായിരുന്ന് മനുഷ്യന് ജന്മം കൊടുത്തു, അല്ലെങ്കിൽ സൃഷ്ടികർമ്മം പൂർത്തിയാക്കി. വർഷങ്ങൾ കഴിഞ്ഞു, മനുഷ്യൻ്റെ പാപം പെരുകി. മനുഷ്യന് ദൈവം കൊടുത്ത സ്വാതന്ത്ര്യം അവൻ മിസ്യൂസ് ചെയ്ത് പാപം പെരുകി. ഈ പാപം പെരുകിയതിന് ശേഷം പ്രിയപ്പെട്ട ദൈവജനമേ, ഈ പറയുന്ന ഇതേ മനുഷ്യൻ
പാപത്തിൻ്റെ അവസ്ഥയിൽ അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ ഏത് അവസ്ഥയിൽ മനുഷ്യനെ സൃഷ്ടിച്ചുവോ ആ അവസ്ഥയിലേക്ക് സ്വർഗത്തിൽ നിന്നൊരുവൻ കടന്നു വരിക. ശ്രദ്ധിക്കുക നിങ്ങൾ, ഉൽപ്പത്തിയിലെ സൃഷ്ടികർമ്മം കൊടുത്ത ദൈവം സ്വപുത്രനെ അതേ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ പുത്രനായ ദൈവം സ്വീകരിച്ച ലോകത്തിന് വേണ്ടി ഏറ്റെടുത്ത ദൗത്യം എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ ആഡംബരം വിട്ട്, അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ ആരാധന വിട്ട്, സ്വർഗത്തിൻ്റെ അഭിഷേകം, സ്വർഗത്തിൽ മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും എല്ലാ ആരാധന സ്തുതി സ്വസ്ത്രങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നവൻ അതിൽ നിന്ന് നേരെ മനുഷ്യൻ എന്ന് പറയുന്ന പുഴുവും ചാരവുമായ മണ്ണായ മനുഷ്യൻ്റെ അവസ്ഥയിലേക്ക് രണ്ടാമൻ എത്തുക അമ്മയുടെ ഉദരത്തിൽ. പ്രിയപ്പെട്ട ദൈവജനമേ, ഇവിടെയാണ് മറ്റു ഒരു പ്രബോധനങ്ങളിലും മറ്റൊരു വിശ്വാസങ്ങളിലും മറ്റേതെങ്കിലും ദൈവത്വം എന്ന് വിളിച്ചു പറയുന്ന ഏതെങ്കിലും പ്രബോധനങ്ങളിൽ കാണാൻ പറ്റാത്ത ഒരു വ്യക്തമായിട്ടുള്ള ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റുന്നത്, സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ടവൻ മനുഷ്യൻ്റെ എന്ത് സൃഷ്ടിച്ചുവോ ആ അവസ്ഥയിലേക്ക് ദൈവം ചുരുങ്ങുക. ആ അവസ്ഥയിലേക്ക് ദൈവം ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നടക്കില്ലത്. മനുഷ്യന് നമുക്ക് പറ്റില്ല. അതായത് ഞാൻ ജന്മം കൊടുത്ത, ഞാൻ പ്രസവിച്ച എന്ന് പറയുന്ന എൻ്റെ മക്കളെ, കുഞ്ഞുങ്ങളെ ഞാൻ അനുസരിച്ച് എങ്ങനെ ഇരിക്കും? അവരെന്നെ തല്ലിയും അവരെന്നെ ഭരിച്ചും ജീവിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് അവർക്ക് കീഴടങ്ങി? നല്ല സന്തോഷത്തോടെ അല്ല, എൻ്റെ നിവൃത്തികേടുമുണ്ട് എന്ന് പറയുന്നൊരവസ്ഥയുണ്ട് അവിടെ. എൻ്റെ ജൂനിയേഴ്സ്, ഞാൻ നല്ലൊരു പൊസിഷനിൽ ഓഫീസിൽ ഇരിക്കും, എൻ്റെ ജൂനിയേഴ്സ് എന്നെ ഭരിച്ചാൽ എങ്ങനെ ഇരിക്കും? പ്രിയപ്പെട്ട ദൈവജനമേ, ഇത് തന്നെ കർത്താവായ ദൈവം സകല ലോകത്തിലേക്കും അവൻ ലോകത്തിലേക്ക് വരുമ്പോൾ ഇത്രയും ലോകത്തിലുള്ള സകല മനുഷ്യരുടെ പാപത്തിൻ്റെ സാദൃശ്യത്തിലേക്ക്, ആ ശരീരത്തിൻ്റെ സാദൃശ്യത്തിലേക്ക് ഈശോ ചെറുതാകുക ചെയ്യുന്നത് അനുസരണക്കേടിൻ്റെ അരൂപി. ഹല്ലേലൂയ. ഏറ്റവും ആദ്യത്തെ പാപം ഏതാ? ആര് പറഞ്ഞു അനുസരണക്കേടാണ്? ഉൽപ്പത്തി എടുത്തേ. എവിടെയാണ് ആദ്യത്തെ പാപം ഇരിക്കണം? ഇനി ചോദിക്കൂലേ ഇപ്പം തന്നെ ഈ ഒരു ക്ലാസ് കഴിഞ്ഞ് നമ്മൾ പരിപാടി കഴിഞ്ഞ് എൻ്റെ ശല്യം തീരും, എന്നെ കൊണ്ടുള്ള ശല്യം ഇന്നത്തോടെ തീരും. എവിടെ ആദ്യത്തെ പാപം ഇരിക്കണേ? ഉൽപ്പത്തിയിൽ എവിടെ ആദ്യത്തെ പാപം? എൻ്റെ മോന്തക്കല്ല, ബൈബിളിൽ നോക്ക്. ഉൽപ്പത്തി 3 പറ, വായിച്ചേ. ആദ്യത്തെ പാപം അതാ, ആ വായിച്ചതാണ് ആദ്യത്തെ പാപം. ആ വായിച്ചതാണ് ആദ്യത്തെ പാപം. തെറ്റി വായിച്ചതാ, പക്ഷെ അതാണ് കറക്റ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യത്തെ പാപം അതാ. ഏതാണ് ആദ്യത്തെ പാപം? ആ ഹവ്വ അനുസരണക്കേട് കാണിച്ചതാണ് ആദ്യത്തെ പാപം എന്നാണ് നമ്മൾ വിചാരിക്കണം. പക്ഷെ അതിന് മുമ്പൊരു പാപാവസ്ഥയുണ്ട്. അതേതാ? അതിന് മുമ്പുണ്ടായ പാപം ഏതാ? അതിന് മുമ്പ് പാപം ഉണ്ടെന്നേ. അതായത് ഉൽപ്പത്തിയിൽ എഴുതി വെച്ചിരിക്കുന്ന 2-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ വാക്യം മുതൽ ഇങ്ങോട്ട് വായിക്കുമ്പോൾ, ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. അവിടെ അവനോട് കൽപ്പിച്ച് തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചു കൊള്ളുക, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. അത്രേ ദൈവം പറഞ്ഞിട്ടുള്ളൂ. അത് ആരോടാ പറഞ്ഞേ? ആദത്തിനോടാ പറഞ്ഞത്. ഈ മറുപടി പറഞ്ഞ ആളാരാ? എല്ലാത്തിനും കയറി
ഈ പറയുന്ന സംഭവക്കാരെന്നല്ലോ എല്ലാം ആദ്യം കയറിയാണ് പറയും. എന്താ മറുപടി പറഞ്ഞത്? സർപ്പത്തിനോട് ഹവ്വ മറുപടി പറഞ്ഞത് എന്താ? മരത്തിലെ ഫലം ഭക്ഷിക്കുകയോ തൊടുക പോലും ചെയ്യരുതെന്ന് പറഞ്ഞു. തൊടുക പോലും ചെയ്യരുതെന്ന് ദൈവം പറഞ്ഞോ? അപ്പൊ ആദ്യത്തെ പാപം ഏതാ? ഹല്ലേലൂയ. ആദ്യത്തെ പാപം നുണയാ. അത് പറഞ്ഞ ആരാ? നമ്മുടെ ആൾക്കാരാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഏറെ ബഹുമാനത്തോടെ സൃഷ്ടിച്ച അതവിടെ ഇരിപ്പുണ്ട്. പാവം ആരോടും ഒന്നിനുമില്ലാതെ ഇവള് കയറി ഭരണം നടത്തി അങ്ങോട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് തുടങ്ങിയ ഭരണം എൻ്റെ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ നിങ്ങോട്ട് ഇത്രയും പാപകരമായ മനുഷ്യൻ്റെ സാദൃശ്യത്തിൽ അല്ലെങ്കിൽ അവൻ്റെ രൂപത്തിൽ ദൈവമായ കർത്താവ് പുത്രനെ അയച്ചു. അയക്കപ്പെട്ട പുത്രൻ ലോകത്തിലായിരിക്കുക. ഈ ലോകത്തിലായിരുന്നുകൊണ്ട് ഈ പാപകരമായ ശരീരത്തിൽ ദൈവം ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ പ്രിയപ്പെട്ടവരെ? പാപകരമായ ശരീരത്തിൽ ദൈവം ജീവിക്കുക. ഈ ശരീരത്തിൻ്റെ അവസ്ഥകളിൽ ദൈവം ജീവിക്കുക. അതല്ലാതെ ദൈവം അതിൽ ആയിരുന്നു എന്നല്ല, അതിൽ ജീവിക്കുക. 33 വർഷം. ഇതിലും വലിയൊരു സഹനം കർത്താവിന് കിട്ടാനായിട്ടില്ല. സകല ആരാധനകളും വിട്ട് അവൻ ഭൂമിയിലേക്ക് വന്നു. ആദ്യത്തേത് വന്നിട്ട് വന്നതുപോലെ തിരിച്ചു പോവുകയല്ല. ഈ 33 വർഷം പാപകരമായ അവസ്ഥയിലെ ശരീരത്തിൻ്റെ അവസ്ഥയിൽ ഈ ദൈവം ജീവിക്കുക എന്ന് പറഞ്ഞതാണ് ദൈവമായ കർത്താവ് സഹിച്ച സഹനത്തിൻ്റെ ഏറ്റവും വലിയ സഹനം. അതിൻ്റെ ഒരു പാരമ്യം എന്ന് പറയുന്ന അവസ്ഥ മാത്രമാണ് കാൽവരി യാഗം എന്ന് പറയുന്നത്. 33 വർഷം ഈശോ സഹിച്ചത് നമ്മൾ കാണുന്നില്ല. നമ്മൾ നോക്കുമ്പോൾ അവനിങ്ങനെ നടക്കുക. പക്ഷെ അവൻ നടന്നത് മുഴുവൻ പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിലാണ്. ദൈവമാണ് പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ ലോകത്തിലേക്ക് അയച്ചെന്ന് പിതാവ് പറയുന്നുണ്ട് ഇവിടെ. പ്രിയപ്പെട്ടവരെ, അത്രത്തോളം കർത്താവ് ചെറുതായിക്കൊണ്ടിരിക്കുക നമുക്ക് വേണ്ടിയിട്ട്. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിൻ്റെ പ്രചോദനം അനുസരിച്ച് ജീവിക്കുന്ന നമ്മിൽ നിയമത്തിൻ്റെ അനുശാസനം സഫലമാകുന്നതിന് വേണ്ടിയാണ്. ശരീരത്തിൻ്റെ പ്രവണത എന്താ പ്രിയപ്പെട്ടവരെ? എന്താണ് ശരീരത്തിൻ്റെ പ്രവണത? ശരീരത്തിൻ്റെ പ്രവണതകൾ ആഗ്രഹിക്കുന്നതെല്ലാം അതിന് കിട്ടണം. അത് ഭക്ഷണമാണെങ്കിലും ഉറക്കമാണെങ്കിലും തെറ്റുകളാണെങ്കിലും അതിന് ആഗ്രഹിക്കുന്നത് എന്തെല്ലാം ഉണ്ടോ അതതിന് കിട്ടണം. അത് ആഗ്രഹിക്കുമ്പോൾ അതിന് കിട്ടണം. എൻ്റെ വായ ആഗ്രഹിച്ചു, എൻ്റെ കൈ എതെടുത്ത് എൻ്റെ വായിലേക്ക് വെക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ വായ ആഗ്രഹിക്കൂ. എൻ്റെ ഭക്ഷണം, എൻ്റെ വയറ് ഭക്ഷണം ആഗ്രഹിക്കുക, എൻ്റെ വായ അത് വയറിന് കൊടുക്കുക. വായിലേക്ക് ഭക്ഷണം വെക്കുക, എൻ്റെ കൈ വർക്ക് ചെയ്യുക. കയ്യിലേക്ക് ഭക്ഷണം എത്തിക്കുക, എൻ്റെ ബുദ്ധി വർക്ക് ചെയ്യുക. ഇവിടെ ഇരിക്കുന്നുണ്ട്. എൻ്റെ കണ്ണ് കാണിച്ചു കൊടുക്കും എൻ്റെ കൈക്ക് ഇവിടെ ഭക്ഷണമുണ്ട്. എൻ്റെ കണ്ണ് കാണിച്ചു കൊടുക്കുന്ന ഭക്ഷണത്തിലേക്ക് എൻ്റെ കാല് ചലിച്ച് എൻ്റെ കൈ അത് എടുത്ത് എൻ്റെ വായിലേക്ക് വെച്ച് ഇങ്ങനെ ശരീരം അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ തിന്നുന്നിടത്ത് അല്ലെങ്കിൽ ജീവിക്കുന്നിടത്ത് കിടക്കുന്നിടത്ത് ആത്മാവ് ബലപ്പെടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശരീരത്തെ കീഴ്പ്പെടുത്തുക. നിങ്ങൾ ഹല്ലേലൂയ. അതിനേറ്റവും ബെസ്റ്റാണ് ഉപവാസം. ഉപവാസമാണ് പരിശുദ്ധാത്മാവ് നിറയാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് നിങ്ങൾ ഏറ്റവും ആദ്യം വെക്കേണ്ട സ്റ്റെപ്പ് ഉപവാസമാണ്. ഉപവസിക്കുമ്പോൾ സഹവസിക്കുന്നു നമുക്കറിയാം. എങ്ങനെ? ഞാൻ ഉപവസിക്കുമ്പോൾ എൻ്റെ ശരീരം ആഗ്രഹിക്കുന്നതിനെ കൊടുക്കാത്തതിൻ്റെ പേരാണ് ഉപവാസം. ഭക്ഷണം കൊടുക്കാത്തതല്ല ഉപവാസം. എൻ്റെ ശരീരം ആഗ്രഹിക്കുന്നത് എന്ത്, എൻ്റെ ശരീരം ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്ത്, അത് ഞാൻ ശരീരത്തിന് നിഷേധിക്കുന്നതിൻ്റെ പേരാണ് ഉപവാസം. ഹല്ലേലൂയ. അത് നല്ല വസ്ത്രമായിരിക്കും, ചിലപ്പോൾ നന്നായിട്ട് ഇവിടെ കിടന്നാലേ എനിക്ക് ഉറക്കം വരുള്ളൂ. എൻ്റെ ശരീരം ഇവിടെ കിടക്കണം. വേറെ എവിടെ കിടന്നാലും എനിക്ക് ഉറക്കം വരില്ല. അവിടെ കിടത്തരുത്. ഞാൻ ഇറച്ചി മീനും മുട്ടയും പാലും മാത്രമേ കഴിക്കുള്ളൂ. പച്ചക്കറി തൊടില്ല. പച്ചക്കറി തീറ്റിക്കണം. എനിക്ക് 10 മണിക്ക് കിടന്ന് 6 മണിക്ക് എഴുന്നേക്കണം. കിടത്തരുത്.
ഇങ്ങനെ ശരീരത്തിൻ്റെ പ്രവണതകളും ആഗ്രഹങ്ങളും ശരീരം നിങ്ങളോട് പറയുമ്പോൾ അത് സാധിച്ചു കൊടുത്താൽ അതിനുള്ളിലുള്ള ആത്മാവിന് അവിടെ ഒരു റോളും ഇല്ല. നിന്റെ പാപകരമായ ശരീരത്തിലേക്ക്, അതിൻ്റെ ഷേപ്പിലേക്ക് കർത്താവായ ദൈവം വന്നുവെങ്കിൽ ഈ പാപകരമായ ശരീരത്തിനകത്ത് ഈ വന്ന ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അവന് ഈ ശരീരത്തിൻ്റെ മേൽ അധികാരമുണ്ട്, ഒരു ഇഷ്ടമുണ്ട്. അത് ചോദിക്കണം. നന്നായിട്ട് വിശന്ന് നിൽക്കൂല, നമുക്ക് നല്ല വിശപ്പ്, വിശന്ന് ഇങ്ങനെ കത്തിക്കരിഞ്ഞ് നിൽക്കുക. ഇപ്പം കിട്ടിയാൽ തിന്നും. ഒന്നും കൊടുക്കരുത്, ഒന്നും കൊടുക്കരുത്, ഒന്നും സംഭവിക്കാനില്ല. ആ സമയം നിങ്ങൾ സ്പിരിച്വൽ ഫുഡ് കൊടുക്കുക, ആത്മാവിന് ഭക്ഷണം കൊടുക്കുക. ആ സമയത്ത് ശരീരം ഏറ്റവും കൂടുതൽ എന്താഗ്രഹിക്കുന്നുവോ ആ സമയം അതിനെ നിഷേധിച്ച് ആ സമയം നിങ്ങളുടെ ആത്മാവിന് ഫുഡ് കൊടുക്കുക. അവിടെ കൃപയും അഭിഷേകവും നിങ്ങൾക്ക് നിറയും, അവിടെയേ നിറയുള്ളൂ. ഹല്ലേലൂയ. ഈശോ പറഞ്ഞിട്ടില്ലേ, ബൈബിളിൽ പറഞ്ഞിരിക്കുക, ഉണ്ട് നിറഞ്ഞവന് തേൻ പോലും. ഞാൻ മാത്രം കേട്ട വചനമാണ്, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഉണ്ട് നിറഞ്ഞവന് തേൻ പോലും ഞാൻ മാത്രം കേട്ട വചനമാണ്, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഉണ്ട് നിറഞ്ഞവന് തേൻ പോലും. എൻ്റെ കർത്താവേ, ഓ, ആരൊക്കെയോ കേട്ടിട്ടുണ്ട്, ഞാൻ മാത്രമല്ല ആ വചനം കേട്ടേട്ടാ. തേൻ പോലും കയ്പുണ്ടാക്കും. ആരാ പറഞ്ഞേ? ബ്രദറാ പറഞ്ഞല്ലേ? അന്ന് എനിക്ക് പനിയായിരുന്നു, അന്ന് ഞാൻ ക്ലാസ്സിൽ പോയില്ല ബ്രദറെ എന്നാ പറയുമ്പോൾ. പ്രിയപ്പെട്ടവരെ, ഉണ്ട് നിറഞ്ഞവന് ശരീരം ഉണ്ട് നിറഞ്ഞു നിൽക്കുകയാണോ, നിങ്ങളുടെ ആത്മാവിന് ദൈവം വിളമ്പുന്ന ഫുഡ് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റില്ല. നിങ്ങൾ പരിശുദ്ധ കുർബാന, ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട്, പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആ ഒരു നേരം ഭക്ഷണം കഴിക്കരുത്. രാവിലെ 7 മണിക്കാണ് നിങ്ങൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതെങ്കിൽ മോർണിംഗ് ഫുഡ് സ്പിരിച്വൽ ഫുഡ് മാത്രമായിരിക്കണം. ആ പരിശുദ്ധ കുർബാന മാത്രമേ പാടുള്ളൂ. അത് ലൈഫ് ലോങ് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ഒരു നേരം തിന്നില്ലെന്ന് വെച്ച് ചത്തൊന്നും പോകില്ല. നീ വർഷങ്ങളായിട്ട് ഈ ഒരു പ്രോസസ്സ് തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ, വർഷങ്ങളായിട്ട് ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. അതൊന്ന് സ്റ്റോപ്പ് ചെയ്യ്. ഒരു നേരം ഫുഡ് കഴിച്ചതിന് ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. നിങ്ങൾ കുറച്ച് ദിവസം ഒന്ന് ഭക്ഷണം കഴിക്കാതിരുന്ന് നോക്കിയാൽ മനസ്സിലാവും, ഈ കാതിൽ വാക്സ് ഇങ്ങനെ വന്ന് തിങ്ങും. നിങ്ങൾക്ക് അങ്ങനെയുള്ള അനുഭവം ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കാതിനകത്ത് നമ്മുടെ ഈ ജോ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതനുസരിച്ചാണ് കാതിനകത്തുള്ള ഈ വാക്സ് പുറത്തേക്ക് തള്ളിപ്പോരും. നമ്മൾ ഉപവാസം കുറച്ചധികം ദിവസം എടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ വന്ന് തിങ്ങി ഈ ഒരു ഭാഗം നല്ല പെയിൻ ആയിരിക്കും നമുക്ക്. നമ്മൾ വിചാരിക്കും എന്താ ഇവിടെ എന്ന് ഓർക്കും. നമ്മൾ ഓരോന്നോരോന്ന് കണക്റ്റഡാണ്. അപ്പോൾ നമ്മളിത് കഴിക്കാതിരിക്കുമ്പോൾ ഈ സംഭവം വർക്ക് ചെയ്ത് നമ്മൾ സംസാരിച്ചാൽ ഇത് അനങ്ങത്തില്ല, ചവക്കുമ്പോഴാണ് ഇത് അനങ്ങുന്നതനുസരിച്ച് ഇതിനകത്ത് തള്ളി പുറത്തേക്ക് പോരാ, മസിൽസ് വർക്ക് ചെയ്ത്. അപ്പോൾ ഇതിങ്ങനെ പോരാതെ നമ്മളിങ്ങനെ ഇവിടെ ഒരു പെയിൻ നമുക്ക് വരും എന്ന് പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെയൊക്കെ ശരീരത്തിൻ്റെ ഭാവങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്കറിയോ, ഞാൻ ഈ അന്യഗ്രഹത്തിലുള്ള ആൾക്കാരെ പറ്റിയുള്ള കാര്യങ്ങൾ ഇവിടെ ക്ലാസ് എടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇല്ലാതിരുന്നിട്ടില്ലല്ലോ. ഭക്ഷണം 3 നേരം കിട്ടിയില്ലെങ്കിൽ നമ്മൾ മാലപ്പടക്കം പോലെ പടപടാന്ന് പറഞ്ഞിങ്ങനെ പൊട്ടിത്തെറിക്കും. നിങ്ങളൊന്ന് ഉപേക്ഷിച്ച് നോക്ക്. ഉപവാസം എന്ന് പറയുന്നത് ഉപേക്ഷിക്കില്ല. ഇങ്ങനെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ, ശരീരത്തിൻ്റെ ഇഷ്ടങ്ങൾ നിങ്ങൾ നോ പറയുമ്പോൾ, നോ പറയുന്നിടത്ത് നിങ്ങളിപ്പോൾ ഇന്ന് ശരീരത്തിന് ഫുഡ് കൊടുത്തില്ല, അന്നത്തെ ഫുഡ് നിങ്ങൾ ആത്മാവിനാണ് കൊടുക്കണേ. ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ തീരുമാനിക്കുന്നില്ല, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അന്ന് രാത്രി ആത്മാവിന് സുഖനിദ്ര ലഭിക്കും. ഇങ്ങനെ ഇതുവരെ നിങ്ങൾ കീപ്പ് ചെയ്ത്, ഇതുവരെ നിങ്ങൾ പരിപാലിച്ച, പുഷ്ടിപ്പെടുത്തിയ ശരീരത്തെ ഒന്ന് നിരാശപ്പെടുത്തി ആത്മാവിനെ ഒന്ന് ഉത്തേജിപ്പിക്കാനായിട്ട് നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ് ദൈവം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കാരണം തിരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തേണ്ടത് ശരീരമല്ല. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരീരത്തെ അത് ആരൊക്കെയാ? ശരീരത്തോടെ പോയത് ആരൊക്കെയാ? എലിയ പോയി, പിന്നെ ആര് പോയി? അതിന് മുമ്പ് എലിയ കഴിഞ്ഞിട്ട് ഹെനോക്ക്, പിന്നെ
വചനം നിങ്ങളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർക്കൂട്ടെ, നിങ്ങൾ പൊങ്ങിപ്പോകുന്നു. അത്ര ആകാംക്ഷയിൽ ഇങ്ങനെ ഇരിക്കുക നിങ്ങൾ, പോകില്ല. പക്ഷേ അപ്പോൾ നമ്മളിങ്ങനെ പൊങ്ങിപ്പോകാൻ പോണ പോലത്തെ ഒരു ഫീൽ വരും. നമ്മൾ വചനം കുറേ കൊണ്ട് വായിച്ച് കഴിയുമ്പോൾ പോകില്ല. പേടിക്കണ്ട, വീട്ടിലെ ആൾക്കാരൊക്കെ ഉള്ളതല്ലേ, അവർ വിടൂല. നമ്മളെ പോകണമെന്ന് വിചാരിച്ചാലെന്നറിയാം, നന്മ ചെയ്യാൻ വിടൂല. അതുകൊണ്ട് പോകില്ല. നിങ്ങൾ ഇങ്ങനെ ഞണ്ടിൻ്റെ സ്വഭാവം കാണിക്കും. മരിച്ച് താഴേക്ക് ഇടാനുള്ള ശ്രമം നമ്മളോട് കൂടെയുള്ളവർ തന്നെ ചെയ്തോളും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ആത്മാവിനെ തീറ്റിപ്പോറ്റാനായിട്ട് നിങ്ങളൊരു ദിവസം ഒരു നേരമെങ്കിലും അനുവദിക്കണം. ഞാൻ പറഞ്ഞില്ലേ, പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് രാവിലെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് പരിശുദ്ധ കുർബാന മാത്രം ആക്കുക, സ്പിരിച്വൽ ഫുഡ് മാത്രം ബ്രേക്ക്ഫാസ്റ്റ്. വൈകിട്ട് 6 മണിക്കാണ് കുർബാനയ്ക്ക് പോകണമെങ്കിൽ രാത്രി അത്താഴം പരിശുദ്ധ കുർബാന മാത്രം. ശീലിച്ച് നോക്കാം. ഒരു ദിവസത്തിൽ ഒരു നേരം ആത്മാവിന് ഭക്ഷണം കൊടുക്കണം. ആ ഒരു നേരം ശരീരത്തിന് ഭക്ഷണം കൊടുക്കരുത്. ബാക്കിയുള്ള സമയം നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് മറ്റൊരു തരത്തിലുള്ള ഫുഡാണെങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ ശരീര രക്തങ്ങൾ ഞാൻ സ്വീകരിക്കുന്നത് എൻ്റെ ആത്മാവിലേക്കായതുകൊണ്ട് ആ സമയം എൻ്റെ ശരീരം ഒന്നും കഴിക്കണ്ട. ഹല്ലേലൂയ. ഇന്ത്യൻ പ്രധാനമന്ത്രി വരുമ്പോൾ ഈ റോഡ് 2 സൈഡും വെച്ച് കെട്ടി ഒരു മനുഷ്യനെ റോട്ടിലേക്ക് ഇറക്കാതെ നമ്മളെ നരകിപ്പിക്കാറില്ലേ? അത് തന്നെ നമ്മൾ ചെയ്യണം ശരീരത്തിന്. കർത്താവായ യേശുക്രിസ്തു ശരീരത്തിലേക്ക് കടന്നു വരുമ്പോൾ, എൻ്റെ ആത്മാവിലേക്ക് തിരുശരീര രക്തങ്ങളായിട്ട് കടന്നു വന്ന് കഴിയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ സമയം ബാക്കിയുള്ള മാലിന്യങ്ങളൊന്നും ശരീരത്തിൽ ഇല്ലാതിരിക്കാൻ അത് നമ്മൾ വിശുദ്ധ കുമ്പസാരം നടത്തി ആത്മാവിനെ ഒരുക്കി നമ്മുടെ ശരീരത്തിലേക്ക് ഭക്ഷണം കിട്ടാനുള്ള സ്രോതസ്സുകളിലൊക്കെ അടച്ച് ക്ലീനാക്കി ശരീരത്തിന് ഒന്നും കൊടുക്കാതെ ആത്മാവിൻ്റെ ഫുഡ് മാത്രം കൊടുത്ത് നിങ്ങളൊന്ന് ശീലിപ്പിച്ച് നോക്കാം. എത്ര അഭിഷേകമായിരിക്കും പ്രിയപ്പെട്ട ദൈവജനമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഷിലോങ്ങിൽ ധ്യാനിപ്പിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഒരു മകളുണ്ട്. അവൾ 22 വയസ്സുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് ആ കുർബാന ഇതുവരെ അവളുടെ നാവിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ല. നാവ് തുറക്കുമ്പോൾ ആ തിരുവോസ്തി അവളുടെ നാവിൽ തന്നെ റെസ്റ്റ് ചെയ്യാം. 1 വർഷമായിട്ട് ഉമിനീര് പോലും ഇറക്കാൻ പറ്റില്ല, വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ ഹെൽത്തി ആയിട്ട് ആ മകൾ അവിടെയുണ്ട്. 1 വർഷമായി. 1 വർഷം നാവിൽ തിരുവോസ്തി ഇരിക്കുക. ഇപ്പോഴും വാ തുറക്കുമ്പോൾ സക്രാരി തുറന്ന പോലെയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ നാവിൽ തന്നെ ഇരിക്കുക. അപ്പോൾ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ അന്വേഷിച്ച് നിങ്ങൾ ബുക്കിലേക്കൊന്നും പോകണ്ട, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടെന്നേ, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്രയുമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ ശരീര രക്തങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ ആത്മാവിലേക്ക് വരുമ്പോൾ, നമ്മുടെ സ്പിരിച്വൽ ബോഡി, നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ വരുന്ന ചേഞ്ചസും വ്യത്യാസങ്ങളും. അതുകൊണ്ട് പൂർണ്ണമായിട്ട് നിങ്ങൾ ഉപവസിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഉപവാസം എന്ന് പറഞ്ഞാൽ പറഞ്ഞു, ശരീരത്തിന് ആവശ്യമുള്ളതിന് ഉപേക്ഷിക്കുന്നതാണ് ഉപവാസം. ശരീരത്തിന് ആവശ്യമുള്ള നല്ല വസ്ത്രങ്ങൾ, ഞാൻ ഈ ബ്രാൻഡ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ, യൂസ് ചെയ്യരുത്. ഞാൻ ഈ ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ, കഴിക്കരുത്. എനിക്ക് ഇത്ര സമയം ഉറങ്ങരുത്. ഇങ്ങനെ നിങ്ങളൊരു കുറച്ച് നാളത്തേക്ക് ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളോട് നോ പറയുക. 24 മണിക്കൂറുമല്ല എങ്കിൽ പോലും ചില ആഗ്രഹങ്ങൾ ശരീരം പെട്ടെന്ന് പ്രകടിപ്പിക്കും. കൊടുക്കരുത്. നല്ലൊരു വാച്ച് കണ്ടു, എനിക്കത് വേണം, അത് കൊള്ളാലോ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ശരീരം അങ്ങോട്ട് പോവുക. അപ്പോൾ അതെൻ്റെ കൈ അത് ആഗ്രഹിക്കുന്നുണ്ട്. സ്വർണം എൻ്റെ ബോഡി ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ സ്വർണ്ണം കഴുത്തിലിട്ടാൽ കൊള്ളാം, കാതിൽ ഇവിടെ കുത്തിയാൽ പോരാ, ഇവിടെയും കൂടി കുത്തണം, അവിടെ പോലെ ഇത്തിരി കൂടി വെള്ളിലേക്ക് കുറച്ചും കൂടി വെള്ളിലേക്ക് കയറി കുത്തി, ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു കശുവണ്ടിയുടെ ഷേപ്പിൽ കുത്തി വെച്ചോ. ഇവിടെയും കുത്തി തുളച്ച് വെച്ചേക്കാം. ഇവിടെ ഇപ്പുറത്തും കൂടി തുളച്ചിട്ട് ഇവിടെയും കൂടി തുളച്ച് വെച്ചേക്കാം. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പശുവിൻ്റെ ഇതിടുന്നത് പോലെ അതും ഇവിടെയും കൂടി തുളച്ചിട്ട് ഭംഗിയായിരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിൻ്റെ ശരീരത്തിനെ നശിപ്പിക്കുന്നവനെ ഞാനും നശിപ്പിക്കും. ഒരുപാട് ഹോള് ശരീരത്തിലുണ്ടാകാൻ സമ്മതിക്കരുത് കേട്ടോ. ഈ തുളച്ച് ആഭരണം ഇട്ടിട്ട് എല്ലായിടത്തും തുളച്ച് വെച്ചോ നിങ്ങൾ. കർത്താവിന് കണക്കുണ്ട് ഇതിനൊക്കെ, ചോദിക്കുവാൻ. ഹല്ലേലൂയ. ആത്മാവിന് വേണ്ടി ദൈവം നിന്നെ സൂക്ഷിക്കാൻ വരമേൽപ്പിച്ച നിന്റെ ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ തുളച്ച് വെച്ചോ.
കാലിൽ വിരലിൽ കൊണ്ട് മോതിരം, മഞ്ചി അതെല്ലാം ഇട്ട് വെക്കുക കാലിൽ. കാലിൽ പാദസരം. ഇത് ആരുടെ ആഭരണമോ പ്രിയപ്പെട്ടവരതൊക്കെ? അതെ കേട്ടോ, ഭദ്രകാളിയുടെ ആഭരണമാണ്. ഇവിടെ ഇരിപ്പട്ട് കുറച്ച് തുള്ളിക്കൊണ്ടിരിക്കും. എന്തിനാ പ്രിയപ്പെട്ടവരെ? കർത്താവിൻ്റെ വിശുദ്ധരായിട്ടുള്ള മക്കളെ നിങ്ങൾ എടുത്തു നോക്കിക്കോ. പരിശുദ്ധ അമ്മയുടെ ഭക്തരെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒന്നും ഉണ്ടാവില്ല അവരുടെ ശരീരത്തിൽ. ഒറ്റയടിക്ക് മനസ്സിലാകും വരുന്നത് മാതാവിൻ്റെ ഭക്തനാണെന്നുള്ളത് ഒറ്റയടിക്ക് മനസ്സിലാവും. ഒരുപാട് ഓർണമെൻറ്റ്സ് ഉണ്ടാവില്ല, ഒന്നും ഇടൂല അവർ. പക്ഷെ അവരുടെ മുഖത്തുള്ള ഒരു തേജസ്സുണ്ട്. അമ്മ കൊടുക്കുന്നൊരു തേജസ്സുണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കലും വറ്റത്തില്ലത്. ജപമാല ഭക്തർക്ക് അമ്മ കൊടുക്കുന്ന ഒരു തേജസ്സുണ്ട്. അത് അവരുടെ കളറല്ല, ഒരു തേജസ്സുണ്ട്. അത് ആത്മാവിൽ നോക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകും. ഹല്ലേലൂയാ, അഭിഷേകത്തോടെ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഏതെല്ലാം നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ടോ അതിനെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഉപേക്ഷിച്ചാൽ കർത്താവിൻ്റെ ശക്തിയും ചൈതന്യവും നിങ്ങളുടെ മേൽ കടന്നു വരും. ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളോട് നോ പറയാം. എല്ലാം വലിച്ചു വാരി ശരീരത്തിലിടരുത്. ശരീരം വിശുദ്ധമാണെന്നുള്ളത് ഡ്രസ്സ് ഇടണം കേട്ടോ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതാണെങ്കിൽ നമ്മൾ വളരെ കുറവേ യൂസ് ചെയ്യാറുള്ളൂ. ഇപ്പം അതിൻ്റെ കാലമായിട്ടോ വളരെ കുറവ്, വളരെ വളരെ തുച്ഛമായിട്ടുള്ളത് മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. ഗാന്ധിജി പഠിപ്പിച്ചതുകൊണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു ശീലം നമ്മളിങ്ങനെ ഫോളോ ചെയ്തു വരിക. ഒരു പ്രാവശ്യം ഞാനിങ്ങനെ ബീച്ചിലൂടെ പോയപ്പോൾ എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു. ബീച്ചിലൂടെ പോകുമ്പോൾ ഒരു പയ്യൻ ഫ്രണ്ടിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇവൻ ലോ വേസ്റ്റ് ജീൻസ് ആയിട്ടേക്കണേ. ആ സമയത്ത് അതായിരുന്നു, ഇപ്പോൾ അത് ഫാഷനാണെന്ന് എനിക്കറിയില്ല. ലോ വേസ്റ്റ്. അപ്പോൾ പുറകിൽ നോക്കുമ്പോൾ ഇവൻ്റെ ഈ ജീൻസും ബനിയാനായിട്ട് ഏതാണ്ട് ഇങ്ങനെ നിൽക്കുക. ജീൻസിനേക്കാൾ ഇറങ്ങിയല്ല ബനിയാൻ നിൽക്കുന്നത്, ജീൻസും ബനിയാൻ ഏതാണ്ട് ഒരേ ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ ഞാൻ കൂടെയുള്ളതിനോട് പറഞ്ഞു, അതിപ്പോൾ വീഴുക ലോ വേസ്റ്റ് ജീൻസ്. അപ്പോൾ ഇത് വീഴാൻ നോക്കിയിട്ട് ഞാനിപ്പോൾ ഇവൻ്റെ ഫുട്പാത്തിലൂടെ ഇവൻ്റെ പുറകെ ഞാനും പോവാം, ഇത് വീഴുന്നൊന്ന് കാണാമല്ലോ എന്ന് ഓർത്തിട്ട്. കാരണം അതുപോലെ ആ ജീൻസ് ഇങ്ങനെ ഇപ്പോൾ വീഴും, തൊടിച്ച് വെച്ചിരിക്കുക. ഇത് താങ്ങി നിർത്താനുള്ള ഒരു സെറ്റപ്പ് അവൻ്റെ ശരീരത്തിനും ഇല്ല. അതുകൊണ്ട് തന്നെ അത് തീട്ടിപ്പോരും താഴേക്ക്. അതുപോലെയാണ്, ഒരു തട വേണ്ട, അതില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇപ്പം വീഴും എന്നുള്ള ലെവലിൽ ഇങ്ങനെ നിൽക്കുക, ഇപ്പം വീഴും എന്നുള്ള ലെവൽ. അപ്പോൾ ഞാനിങ്ങനെ പുറകിലൂടെ ചെന്നപ്പം ഇങ്ങനെ പ്രത്യേകം കാണിച്ചു, നേരെ താഴത്തേക്ക് വീണു. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ശരീരത്തിൽ എന്ത് നിങ്ങൾ ഇട്ടിട്ടുണ്ടോ അത് ശരീരത്തിനോട് റെസ്പെക്റ്റ് കാണിക്കുന്നത് ദൈവത്തോട് കാണിക്കുന്ന റെസ്പെക്റ്റാണ്. നിങ്ങളുടെ ശരീരത്തിൽ എന്ത് നിങ്ങൾ ഇട്ടിട്ടുണ്ടോ ആ ഇട്ടിരിക്കുന്നത് ശരീരത്തോട് റെസ്പെക്റ്റ് കാണിക്കുന്നതാണോ, ആ റെസ്പെക്റ്റ് ദൈവത്തോട് കാണിക്കുന്ന റെസ്പെക്റ്റാണ്. ആ ശരീരം നിനക്ക് തന്നവൻ നിന്റെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ശരീരത്തോട് റെസ്പെക്റ്റ് കാണിക്കുന്നുണ്ടോ എന്നുള്ളത് വേഷം കണ്ടാലും കുത്തി തുളച്ചേക്കുന്നത് കണ്ടാലും മനസ്സിലാവും. പച്ച കുത്തിയതും പഴുത്തത് കുത്തിയതും ഒക്കെ ഉണ്ട്. ഇതെല്ലാം ശരീരത്തോട് ചെയ്യുന്ന പാപങ്ങളാണോ പ്രിയപ്പെട്ടവരെ? ആ ചെയ്തിരിക്കുന്നതെല്ലാം ആത്മാവിനെ കെട്ടിയിട്ടിട്ടുണ്ടാവും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു പയ്യൻ എന്നെ കാണാൻ വേണ്ടി വന്നിട്ട് പറഞ്ഞു, ബ്രദറെ എൻ്റെ കല്യാണമാണ്. അപ്പം നല്ല വെളുത്ത് തൊടുത്തിരിക്കുകവൻ, കണ്ണൊക്കെ നല്ല പൂച്ച കണ്ണ, നല്ല സുന്ദരക്കുട്ടൻ. അതുകൊണ്ട് എൻ്റെ കല്യാണമാണ്, പ്രാർത്ഥിക്കണം. ഞാൻ അവന് പ്രാർത്ഥിക്കാം, നല്ല കാര്യം കിട്ടട്ടെ, ഞാൻ പ്രാർത്ഥിക്കാം. അതല്ല ബ്രദർ, പ്രത്യേകമായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ എന്താ എൻ്റെ നെഞ്ചത്ത് കൈ വെച്ച് പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ ഞാൻ നെഞ്ചത്ത് എവിടെ? ഇടത്തെ നെഞ്ചത്ത് കൈ വെച്ച് പ്രാർത്ഥിക്കാം. ഓക്കെ, ഇടത്തെ നെഞ്ചത്ത് കൈ വെച്ച് പ്രാർത്ഥിക്കാം. ഇടത്തെ നെഞ്ചത്ത് കൈ വെച്ചപ്പോൾ എനിക്ക് കൈ പൊള്ളുന്നൊരു ഫീൽ. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, ഇടത്തെ നെഞ്ചത്ത് എന്തിനാണ് കൈ വെക്കണേ? ഇടത്തെ നെഞ്ചത്ത് എൻ്റെ കൈ വെക്കണം പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? അവിടെ എൻ്റെ കാമുകിയുടെ പേര് വച്ച കുത്തി വെച്ചിട്ടുണ്ട്, അടുത്ത മാസം കല്യാണമാണ്. അപ്പോൾ ബ്രദർ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് മാഞ്ഞു പോയാലോ? അതാണ് ഇടത്തെ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് അതിന് മുമ്പുണ്ടായ അവൻ്റെ കാമുകിയുടെ പേരിവിടെ പച്ച കുത്തി വെച്ചേക്കാ, നല്ല വെളുത്ത ബോഡിയാ. പിറ്റേ മാസം എൻ്റെ കല്യാണമാണ്. ആ പെണ്ണ് ചോദിച്ചത് ആരാന്ന് പറയണ്ടേ? അപ്പോൾ ബ്രദറ് ഇടത്തെ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് അലിഞ്ഞ പച്ച കുത്തിയത് അങ്ങോട്ട് പോകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രേമിച്ചപ്പോൾ ഓർത്തില്ല ഇത് പച്ച മാത്രമേ ഉള്ളൂ, അത് പഴുക്കില്ല എന്നുള്ളത്.
അത് പഴുത്തില്ല. പച്ച കുത്തി അവൾ അവളുടെ വഴിക്ക് പോയി. അവളുടെ ദേഹത്ത് അവൾ പച്ച കുത്തിയില്ല, അവൾ കല്യാണം കഴിച്ചു. ഇവൻ്റെ ദേഹത്ത് ഇവൻ പച്ച കുത്തി, ഇവന് കല്യാണം നടക്കുന്നുമില്ല. ഉൽപ്പത്തി കിടക്കുന്ന സംഭവമാണ്. നമ്മൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. നമ്മളുടെ ഉത്തരവാദിത്വമാണ്, നമ്മൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. നമ്മൾ പറയാത്തത് ഇവർ പറഞ്ഞു എന്ന് പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപകരമായ ശരീരത്തിന് സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിന് ശിക്ഷ വിധിച്ചു. എന്തെന്നാൽ ജഡികരായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു, ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, ലോകം തന്നതുപോലെയല്ല ഞാൻ തരുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ആത്മീയരായി ജീവിക്കുന്ന വ്യക്തികൾ നയിക്കപ്പെടുന്നത് ജീവനിലേക്കും സമാധാനത്തിലേക്കും. ഈ സമാധാനം ഏതാ? ആ സമാധാനമാണോ? ഏതാണ് ഈ സമാധാനം? ലോകം തരുന്ന സമാധാനവും ദൈവം തരുന്ന സമാധാനവും തമ്മിലുള്ള വ്യത്യാസം എന്താ പ്രിയപ്പെട്ടവരെ? ബ്രദർ വെള്ളം കുടിച്ചോ എന്നാണ് പറയുന്നത്. സമയം നിങ്ങൾ അനുവദിക്കുന്ന അനുസരിച്ചാണ് ഞാൻ വെള്ളം കുടിക്കുന്നത്. ലോകം തരുന്ന സമാധാനവും ദൈവം തരുന്ന സമാധാനവും തമ്മിലുള്ള വ്യത്യാസം. ലോകം തരുന്ന സമാധാനവും ദൈവം തരുന്ന സമാധാനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദൈവം നമുക്ക് സമാധാനം തന്നിട്ട് പോയത് എപ്പോഴാ? ദൈവം കർത്താവായ യേശു ക്രിസ്തു നമുക്ക് സമാധാനം ഓഫർ ചെയ്തത് എന്ത് കഴിഞ്ഞതിന് ശേഷമാണ്? ഉയർപ്പിന് ശേഷം ശിഷ്യരോട് പറഞ്ഞ എന്താ? നിങ്ങൾക്ക് സമാധാനം. എന്തുകൊണ്ട് അതിന് മുമ്പ് ഈശോ പറഞ്ഞില്ല? കർത്താവിനൊരു സമാധാനം ഇല്ലാത്തതുകൊണ്ടാണോ? ഉയർത്തി കഴിഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനം കിട്ടിയത്, അങ്ങനെയാണോ? എന്തുകൊണ്ടാ? ഉയർപ്പിന് ശേഷം മാത്രം ദൈവമായ കർത്താവ് സമാധാനം തന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്താ? അതിനു മുൻപ് തരാത്തത് ഉയർപ്പിന് ശേഷം മാത്രം കർത്താവ് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. അതിനു മുൻപ് അങ്ങനെ ഒരു ഇതില്ലാത്തത് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? അതിനൊരു കാരണം. അപ്പം ഞാൻ പറയുന്നത്, ആ സമാധാനം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആ സമാധാനം എന്തിനെയാണ് സൂചിപ്പിക്കണേ? ഞാൻ എന്തെങ്കിലും ചോദിച്ചു കസേരയൊക്കെ നീക്കുന്നൊരു സൗണ്ടാണ്. എന്തിനാ സൂചിപ്പിക്കുന്നത്? കേട്ടോ, ഒരു കസേരയൊക്കെ നീക്കുന്നൊരു സൗണ്ട് പോലെയില്ലേ? യേശു തരുന്ന സമാധാനം. ഇവിടെ ഈ സമാധാനവും ആ സമാധാനവും തമ്മിൽ കണക്ഷൻ ഉണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. നമ്മൾ മരിച്ച് കഴിയുമ്പോൾ സിമിത്തേരി കൊണ്ട് വെച്ചതിന് ശേഷം അവിടെ ഒരു സമാധാനം നമ്മൾ എഴുതി വെക്കും. അതെന്ത് സമാധാനം? റെസ്റ്റ് ഇൻ എന്ത് പീസാ? അത് ഗ്രീൻ പീസാണോ? പിന്നെ റെസ്റ്റ് ഇൻ പീസ് എന്ന് പറഞ്ഞ് എഴുതി വെക്കണം അവിടെ മാത്രമാണ്. ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ അവന് കൊണ്ടുപോയിട്ട് റെസ്റ്റ് ഇൻ പീസ് എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കും? ഇല്ല. എന്തുകൊണ്ടാണ്? നിത്യതയിലേക്ക് ആണ് ദൈവം ഓഫർ ചെയ്ത സമാധാനം. സ്വർഗം ലഭിക്കുക എന്നർത്ഥം. സ്വർഗം ലഭിക്കുക എന്നർത്ഥം. സ്വർഗം നിനക്ക് തന്ന് കഴിയുകയാണ്. കർത്താവ് സമാധാനം എന്ന് പറഞ്ഞാൽ നിനക്ക് വാഗ്ദാനം ചെയ്ത നിത്യജീവന് സ്വർഗമാണ്. നിത്യജീവന് സ്വർഗമാണ്. കർത്താവ് തന്ന സമാധാനം, ഈ ഭൂമിയിൽ കിട്ടുന്ന സമാധാനം എന്ന് പറയുന്നത് ദൈവം നമുക്ക് തരുന്ന സമാധാനത്തിൻ്റെ ഒരു മുന്നാസ്വാദനം മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ പോലും പറയാൻ പറ്റില്ല. പക്ഷേ
ദൈവം തരുന്ന യഥാർത്ഥ സമാധാനം സ്വർഗം തരുന്നതിനെയാണ്. ദൈവം സമാധാനം നമുക്ക് ഓഫർ ചെയ്ത സ്വർഗമാണ്. ദൈവം ഓഫർ ചെയ്തിരിക്കുന്നത് സ്വർഗമാണ്. ഞാൻ അവിടെ നിത്യമായിട്ട് വസിക്കേണ്ട. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും നയിക്കും. ആത്മീയ അഭിലാഷങ്ങൾ, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ എന്തൊക്കെയാണ് പ്രിയപ്പെട്ടവരെ? ആത്മാവിൻ്റെ അഭിലാഷം എന്താ? ഞാൻ ഇന്നലെ ആത്മാവിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു, ആത്മാവിൻ്റെ മെഡിറ്റേഷനെ കുറിച്ച് നിങ്ങളോട് സംസാരിച്ചു. ആത്മാവിൻ്റെ അഭിലാഷം എന്താ? ആത്മാവ് എന്താ ആഗ്രഹിക്കുന്നു? ദൈവത്തോടൊപ്പം ആയിരിക്കാൻ ആത്മാവ് ആഗ്രഹിക്കുന്നത് ഉണ്ടല്ലേ? അതാണ് ഇവിടെ വന്നിരിക്കുന്നത് എല്ലാവരും കൂടെ. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പക്ഷെ അതല്ല നടക്കുന്നത്. ദൈവത്തോടു കൂടെ ആയിരിക്കാൻ ആത്മാവ് ആഗ്രഹിക്കുക എന്നുള്ളതിനേക്കാൾ ആത്മാവ് ആഗ്രഹിക്കുന്നത് ആത്മാവിൻ്റെ അവസ്ഥകൾ ദൈവത്തിന് മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ്. ആത്മാവ് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്ലീഹ പറഞ്ഞതാ, ഞാൻ മരിച്ച ദൈവത്തോടു കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ആത്മാവിനെ കർത്താവ് ദാഹത്തോടെ അഭിലഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവൻ ശുദ്ധീകരണ സ്ഥലം സ്ഥാപിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നമ്മുടെ ആത്മാവിനെ ദൈവം ദാഹത്തോടെ അഭിലഷിക്കുന്നുണ്ട്. തന്നിലേക്ക് തിരിച്ചെത്തേണ്ടതാ ആത്മാവ്. പ്രിയപ്പെട്ട ദൈവജനമേ, എത്രത്തോളം ദൈവത്തിലേക്ക് നിങ്ങൾ പ്രാർത്ഥനയുമായിട്ട് കടന്നു ചെല്ലുന്നുവോ അവിടെ നിങ്ങളുടെ ആത്മാവിന് കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല. മറിച്ച് ദൈവത്തിലേക്ക് നിങ്ങൾ ആരാധനയുമായിട്ട് കടന്നു ചെല്ലുന്നുണ്ടോ ആ പണിയെടുക്കുന്നത് ആത്മാവാണ്. ആത്മാവിനെ കൊണ്ട് നിങ്ങൾ പണിയെടുപ്പിക്കണം. ആ ജോലിയാണ് ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത്. അത് ആത്മാവ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഹെൽത്ത് നന്നായിട്ടിരിക്കുള്ളൂ പ്രിയപ്പെട്ടവരെ. അതിനുവേണ്ടി ദൈവം അതിനെ നിൻ്റെ ശരീരത്തിലേക്ക് തന്നിട്ടുണ്ടെങ്കിൽ, നിൻ്റെ ശരീരത്തിലായിരുന്നുകൊണ്ട് ദൈവം നിനക്ക് തന്ന ആത്മാവ് ദൈവത്തെ ആരാധിക്കാൻ നിൻ്റെ ശരീരം നിൻ്റെ ഉള്ളിലുള്ള ആത്മാവിനെ അനുവദിച്ചാൽ അതുവഴിയാണ് നിൻ്റെ ശരീരത്തിൽ രോഗസൗഖ്യവും വിടുതലും സംഭവിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ഏത് രോഗമുണ്ടെങ്കിലും നിങ്ങൾ ആത്മാവിൻ ദൈവത്തെ ആരാധിച്ചാൽ ആ രോഗം മാറും, ഉറപ്പാണ്. ആ രോഗത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കരുത്. ആ രോഗം മാറാൻ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. ആ രോഗമാണ് കർത്താവ്, ഈ രോഗത്തിന് വേണ്ടി ഞാൻ നിന്നെ ആരാധിക്കാൻ പോവാം. ഈ രോഗം എൻ്റെ ശരീരത്തിലിരിക്കെ ഞാൻ നിന്നെ ആരാധിക്കുമ്പോൾ നീ അനുവദിക്കാത്തതാണെങ്കിൽ ഇതെൻ്റെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടണം. ഒരു പ്രഷർ വരും. ആത്മാവിൽ ഞാൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ എൻ്റെ ശരീരത്തിലേക്കൊരു പ്രഷർ വരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ പ്രഷർ എൻ്റെ ശരീരത്തിലുള്ള മാലിന്യങ്ങളെ പുറന്തള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രഷറെ എൻ്റെ ശരീരത്തിലുള്ള മാലിന്യങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ പുറന്തള്ളും. ആ പ്രഷർ വരണമെങ്കിൽ ആത്മാവ് ദൈവത്തെ ആരാധിക്കണം. പ്രാർത്ഥിക്കുകയല്ല, ആരാധിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ നിയോഗം കയറി വരുന്നതുകൊണ്ടാണ്, അല്ലാതെ പ്രാർത്ഥനയ്ക്കല്ല കുഴപ്പം. ആരാധിക്കണം, ദൈവത്തെ ആരാധിക്കണം, തൃത്വത്തെ ആരാധിക്കണം, നേരിട്ട് ആരാധിക്കണം. നിങ്ങൾ ചെയ്യുന്നില്ല നമ്മളാരും ആരാധിക്കണം ദൈവത്തെ. അങ്ങേയറ്റം നമ്മൾ ആരാധിക്കണം. കരങ്ങൾ അടിച്ച് ദൈവത്തെ ആരാധിക്കണം, പാട്ടുപാടി ദൈവത്തെ ആരാധിക്കണം, സ്തുതിച്ച് ദൈവത്തെ ആരാധിക്കണം, വചനം വായിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം, ജപമാലയിലൂടെ ദൈവത്തെ ആരാധിക്കണം. ആരാധിക്കാൻ പല വഴികൾ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആരാധിക്കണം. കുരിശിൻ്റെ വഴിയിൽ നമ്മൾ 14 സ്ഥലങ്ങളിൽ ദൈവത്തെ ആരാധിക്കണം. കുരിശിൻ്റെ വഴിയിൽ 14 സ്ഥലങ്ങളിൽ ദൈവത്തെ ആരാധിക്കണം. എങ്ങനെയാണ് നമ്മൾ കുരിശിൻ്റെ വഴിയിൽ ദൈവത്തെ ആരാധിക്കുന്നത്? 1-ാം സ്ഥലം, ഈശോ മരണത്തിന് വിധിക്കപ്പെടുന്നു. തൊട്ടടുത്ത് എന്താ നമ്മൾ വായിക്കണേ? ഈശോയെ അങ്ങ് ഞങ്ങൾ കുമ്പിട്ട് ആരാധിക്കും. എന്തുകൊണ്ടെന്നാൽ ലോകത്തെ എങ്ങനെ രക്ഷിച്ചു? വീണ്ടും രക്ഷിച്ചു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആരാധന 14 സ്ഥലത്തുണ്ട് കുരിശിൻ്റെ വഴിയിൽ. അതുകൊണ്ടാണ് കുരിശിൻ്റെ വഴി ചില അസുഖങ്ങൾ, ചില കെട്ടുകൾ ചില കുടുംബങ്ങളിൽ വരുമ്പോൾ അവർക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുക്കുന്നത് കുരിശിൻ്റെ വഴിയാണ്. കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിൽ ഈ ഒരു ഒറ്റ പ്രാർത്ഥന,
അതിൽ ധ്യാനിക്കുന്നത് കർത്താവിൻ്റെ പരിശുദ്ധ രക്തം, പീഡാസഹനം, അതിനകത്ത് പരിശുദ്ധ അമ്മ കടന്നു വരുന്നുണ്ട്, കർത്താവിന് വേണ്ടി കരഞ്ഞ സകലരുമുണ്ട്, ഗൗരീയംകാരുണ്ട്, എല്ലാം ഉണ്ട്. എന്നിരുന്നാൽ ഈ കുരിശിൻ്റെ വഴിയിൽ നിങ്ങൾ ധ്യാനിക്കുമ്പോൾ വിശുദ്ധ കുരിശിനെ നിങ്ങൾ ആരാധിക്കുന്നുണ്ട്. അതല്ലാതെ എപ്പോഴൊക്കെയാണ് നിങ്ങൾ വിശുദ്ധ കുരിശിനെ ആരാധിക്കുന്നത്? അത് കുരിശിനെ ആരാധിക്കുന്നതല്ല, കുരിശിനെ സംരക്ഷണം തേടുന്നതാ, അത് കുരിശിനെ യൂസ് ചെയ്യുന്നതാ. നമ്മൾ കുരിശിനെ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സംരക്ഷണ പ്രാർത്ഥന ചെയ്യുന്നതിന് മുൻപ് വിശുദ്ധ കുരിശിനെ ആരാധിച്ചിട്ട് വേണം നിങ്ങൾ ആ സംരക്ഷണം നിങ്ങളുടെ നെറ്റിയിലും അധരത്തിലും നെഞ്ചിലും വരയ്ക്കാൻ. വിശുദ്ധ കുരിശിനെ ആരാധിച്ചിട്ട് നിങ്ങളൊന്ന് ആ കുരിശിൻ്റെ സംരക്ഷണം എടുത്ത് നോക്കിക്കോ. ഒരു തിന്മയും ഒരു രോഗവും ഒരനർത്ഥവും നിങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു ഫോൺ കോൾ പോലും അന്നേ ദിവസം നിങ്ങൾക്ക് വരില്ല. ഇത് കുരിശിനെ ആരാധിക്കത്തില്ല, കുരിശ് വരയ്ക്കും. നമ്മളിപ്പോഴും നന്നായിട്ട് വരക്കാൻ നല്ല കഴിവ്, നമുക്ക് വരച്ചോണ്ടിരിക്കുക. കുരിശിനെ ആരാധിക്കണം പ്രിയപ്പെട്ടവരെ. കുരിശിനെ ആരാധിച്ചിട്ട് വേണം കുരിശടയാളം വരയ്ക്കാൻ. ആമേൻ, ഹല്ലേലൂയ. കുരിശിനെ ആരാധിക്കാത്തവൻ കുരിശടയാളം വരച്ചാല്, കുരിശിനെ നിന്ദിക്കുന്നവൻ കുരിശടയാളം വരച്ചാല് നീ വെറുതെ ഒരു പടം വരച്ചത് മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ. നീ കുരിശിനെ ആരാധിച്ചിട്ട് നീ നെറ്റിയിലും നിന്റെ അധരത്തിലും നിന്റെ നെഞ്ചിലും കുരിശടയാളം വരച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ. ആ സംരക്ഷണം നിനക്ക് എന്നേക്കുമായിട്ട് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഹല്ലേലൂയ. മുദ്ര വയ്ക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. അത് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയില്ല. ജഡിക താല്പര്യങ്ങൾ എന്തൊക്കെയാ പ്രിയപ്പെട്ടവരെ? എന്തൊക്കെയാ ജഡിക താല്പര്യം? എന്താ ജഡം? ജഡം എന്താ? ജീവൻ ഇല്ലാത്തതാണ് ജഡമെങ്കിൽ അപ്പൊ ജീവൻ എന്താണ്? ദൈവം അയച്ചതല്ലേ ജീവൻ. ഞാൻ ആത്മാവും ജീവനുമാ, ദൈവം അയച്ചതാ. ജഡികൻ എന്ന് പറഞ്ഞാൽ ജീവൻ ഇല്ലാത്തവൻ എന്ന് പറഞ്ഞാൽ ജീവൻ എൻ്റെ അല്ല, സ്വർഗത്തിൻ്റെതാ. അത് എന്നിലില്ലാത്തപ്പോൾ ഞാൻ ജഡം. സ്വർഗം അയച്ച ജീവൻ എന്നിലില്ലെങ്കിൽ എന്നെ വിളിക്കുന്ന പേര് ജഡം. ഈ ജഡത്തിന് അതിൻ്റെതായിട്ടുള്ള ആഗ്രഹമുണ്ട്, ജഡിക താല്പര്യമുണ്ട്. ഈ താല്പര്യമാണ് പ്രിയപ്പെട്ട ദൈവജനമേ ശരീരത്തിൻ്റെ താല്പര്യം. ഹല്ലേലൂയ. അതായത് എൻ്റെ ഉള്ളിലുള്ള ദൈവാത്മാവുണ്ട്. ഈ ദൈവാത്മാവിനൊരു നിയമമുണ്ട്. ഈ നിയമം ഉള്ളിൽ അത് പാലിക്കാൻ ഞാൻ പെർമിഷൻ കൊടുത്താൽ എൻ്റെ ശരീരത്തിൽ ജഡിക താല്പര്യം, ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളോട് ഞാൻ നോ പറയും. എൻ്റെ ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളോട് ഞാൻ നോ പറയാത്തിടത്തോളം കാലം എൻ്റെ ആത്മാവിന് കീഴ്പ്പെടാൻ എനിക്ക് സാധിക്കത്തില്ല. ഹല്ലേലൂയ. അവിടെ ഞാൻ കീഴ്പ്പെടത്തില്ല, മറിച്ച് അവിടെ ഞാൻ എൻ്റെ ശരീരത്തിനെ പാപത്തിന് വിട്ടുകൊടുക്കും. എൻ്റെ ശരീരത്തെ ഞാൻ ഈ ലോകത്തിൻ്റെ പാപ അവസ്ഥകളിലേക്ക് എൻ്റെ ശരീരത്തെ പൂർണ്ണമായിട്ട് ഞാൻ വിട്ടുകൊടുക്കും. എൻ്റെ ശരീരത്തെ പാപാവസ്ഥകളിലേക്ക് വിട്ടുകൊടുക്കും തോറും എൻ്റെ ആത്മാവിനെ ഒരു വറ ചട്ടിയിലിട്ട് വറുക്കാനിട്ട് കൊടുക്കുന്നതിന് തുല്യമാണ്. ആത്മാവിനെ ഞാനിങ്ങനെ ബോധപൂർവം ഞാൻ ചെയ്യുന്ന പാപമുണ്ട്. ഞാൻ ഒരു പാപം ബോധപൂർവം ചെയ്യാൻ, ഞാൻ നാളെ പാപം ചെയ്യാൻ തീരുമാനിച്ച് ഇന്നു മുതൽ എൻ്റെ ആത്മാവ് വെന്തുരുകാൻ തുടങ്ങും. നാളെ നീ പാപം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. ഇന്നു മുതൽ ഞാൻ തീരുമാനമെടുത്ത ആ നിമിഷം മുതൽ എൻ്റെ ആത്മാവ് വെന്തുരുകാൻ തുടങ്ങും. വെന്തുരുകിയാണ് പ്രിയപ്പെട്ട ദൈവജനമേ. അത് ആ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അതിനെ നമ്മളിങ്ങനെ ചുട്ടു കൊല്ലുന്നൊരു ഫീലാണ് ആത്മാവിന് നമ്മൾ കൊടുക്കുന്നത്. അത് നിർജീവാവസ്ഥയിലേക്ക് പോവാം. ഇങ്ങനെ നിങ്ങൾ എത്ര തവണ ഞാനും നിങ്ങളും നമ്മുടെ ആത്മാവിനെ കൊന്നുകുഴിച്ച് മൂടിയിട്ടുണ്ടെന്നുള്ളത് ചിന്തിച്ച് നോക്കുക. ബോധപൂർവം പാപം ചെയ്യാൻ ശരീരത്തെ നീ അനുവദിച്ചിട്ടുണ്ടോ? അപ്പോഴെല്ലാം നിന്റെ ആത്മാവിനെ നീ ഇതുപോലെ എന്താ പറയാ, തീയിലിട്ട് ചുടാനിട്ട് വിട്ടുകൊടുക്കുക നീ ചെയ്യുന്നത്. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നീ ചെയ്യുന്നുണ്ടെങ്കിൽ
ആത്മാവിന് ശരീരം ഒരിക്കലും കീഴ്പ്പെടില്ല. ആത്മാവിന് ശരീരം ഒരിക്കലും കീഴ്പ്പെടില്ല. പാപത്തെ വെറുക്കുന്ന ശരീരം ആത്മാവിന് സറണ്ടർ ചെയ്ത ശരീരമാണ്. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ നമ്മുടെ ശരീരത്തിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ പാപം ചെയ്യാതെ ഞാൻ എൻ്റെ ശരീരത്തെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവജനമേ, ഈ പാപം ചെയ്യാതെ ഞാൻ എൻ്റെ ശരീരത്തെ കാത്തു സൂക്ഷിക്കുമ്പോൾ എൻ്റെ ആത്മാവിന് എൻ്റെ ശരീരത്തെ ഞാൻ സറണ്ടർ ചെയ്യാം. അതായത് എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന് എൻ്റെ ശരീരത്തെ ഞാൻ എപ്പോഴെല്ലാം സറണ്ടർ ചെയ്യുന്നുണ്ടോ, വിട്ടുകൊടുക്കുന്നുണ്ടോ, അപ്പോഴെല്ലാം എൻ്റെ ആത്മാവിൻ്റെ നിയമത്തിന് എൻ്റെ ശരീരത്തെ ഞാൻ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ആത്മാവിന് ഒന്ന് വിട്ടുകൊടുത്ത് നോക്കിക്കോ. അത് ആ ശരീരത്തിൻ്റെ കൺട്രോൾ ആത്മാവ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ശരീരത്തിൽ രോഗങ്ങളോ പീഡകളോ വരില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം അനുവദിക്കാത്ത സഹനമല്ലാതെ മറ്റൊന്നും ശരീരത്തിന് വരില്ല. ഉറപ്പ് തരാം. നിങ്ങളുടെ ശരീരത്തിൻ്റെ കൺട്രോൾ നിങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണ് വിഷയം. ശരീരത്തിൻ്റെ കൺട്രോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവിനെ നിങ്ങൾ വരമേൽപ്പിച്ച് നോക്കിക്കോ, രോഗം വരില്ല. ദൈവം അനുവദിച്ച സഹനമാണെങ്കിൽ നിനക്ക് വരും, അല്ലാത്തതൊന്നും നിന്റെ ശരീരത്തിൽ വരത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ആത്മാവിന് കീഴ്പ്പെടാൻ ശരീരത്തെ നീ അനുവദിക്കണം. ഹല്ലേലൂയ. ഒരമ്മയുടെ ഉദരത്തിലൊരു കുഞ്ഞ് ആയിത്തീരുമ്പോൾ ആ കുഞ്ഞിലേക്ക് അയക്കപ്പെടുന്ന ആത്മാവ് എന്നും അതൊരു 90 വയസ്സെത്തിയാലും ഈ ആത്മാവിൻ്റെ അവസ്ഥ ഒന്ന് തന്നെയാണ്, സൈസ് ഒന്ന് തന്നെയാണ്, മാറ്റമില്ല. ശരീരമേ മാറുന്നുള്ളൂ. ആത്മാവ് അന്നും ഇന്നും എന്നും ഒന്ന് തന്നെയാണ്. അയക്കപ്പെട്ട ആത്മാവിന് മാറ്റമില്ല. അത് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആ ആത്മാവ് നിലകൊള്ളുന്നുണ്ട്, കുടികൊള്ളുന്നുണ്ട്. അതിങ്ങനെ നിൽക്കുക നമ്മുടെ ശരീരത്തിൽ. ഇതിനെ നമ്മൾ പ്രമാണ ലംഘനങ്ങളിലൂടെ, പാപങ്ങളിലൂടെ ഈ ആത്മാവിനെ നമ്മൾ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് എന്താ പറയുക, ഒന്നാം പ്രമാണ ലംഘനം. ഏറ്റവും കൂടുതൽ ഒന്നാം പ്രമാണ ലംഘനം ഞാൻ എൻ്റെ ശരീരം കൊണ്ട് ചെയ്യാം. എൻ്റെ ആത്മാവിനെ ഞാൻ വീണ്ടും 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 പാപത്തിലേക്ക്, അല്ലെങ്കിൽ ഒരിക്കലും രക്ഷ നേടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നയിക്കുക. ഒന്നാം പ്രമാണ ലംഘനം ഇത്ര കഠിനമാവാൻ കാരണം എന്താണെന്നറിയോ? നിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ കൊണ്ട് പിശാചിനെ നീ ആരാധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. നിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവാണെങ്കിൽ അത് ദൈവം തന്നെയാണ്. നീ ഒന്നാം പ്രമാണം ഒരു പൂജിച്ച സാധനം കഴിക്കുന്നത് വഴി, ഒരമ്പലത്തിൽ പോകുന്നത് വഴി, അവരുടെ ആചാരങ്ങളുടെ എസ് മൂളുന്നത് വഴി, മറ്റ് മതസ്ഥരെ വിവാഹം കഴിക്കുന്നത് വഴി, മറ്റ് മതസ്ഥരെ നീ വിവാഹം കഴിക്കുന്നത് വഴി നീ നിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ കൊണ്ട് സാത്താനെ ആരാധിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ഒന്നാം പ്രമാണ ലംഘനം. നിന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവം തന്നെ സാത്താനെ ആരാധിക്കാൻ നീ നിർബന്ധിക്കുന്നതാണ് ഒന്നാം പ്രമാണ ലംഘനം. അതുകൊണ്ട് തന്നെ ആ സംഭവം നീ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിന്റെ കാര്യം പോക്കാം. കാരണം ഇതിന് പിന്നെ തിരിച്ചു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രിയപ്പെട്ടവരെ, ഭയങ്കര ബുദ്ധിമുട്ടാണ് ആത്മാവിന് തിരിച്ചു വരാൻ. 1ഉം 6ഉം കൽപ്പനകളുടെ ലംഘനം നീ ദൈവത്തെ കൊണ്ടാ ചെയ്യിക്കുന്നത്. 1ഉം 6ഉം പ്രമാണം നീ ലംഘിക്കുന്നത് നീയല്ല, ദൈവത്തെ കൊണ്ട് നീ ലംഘിപ്പിക്കും. ഇത് രണ്ടും നിന്റെ ശരീരത്തിലാണ്. ബാക്കി ഇപ്പം മാതാപിതാക്കളെ ബഹുമാനിച്ചില്ലെങ്കിലും മാതാപിതാക്കളെൻ്റെ ശരീരത്തിന് വെളിയിലാണ്. ഞാനൊരാളെ കൊന്നാലും എൻ്റെ ശരീരത്തിന് വെളിയിലാണ്. ഇത് തന്നെയാണ് പാപം കഠിനമായതും അബോർഷനിൽ. ഒരമ്മയുടെ ഗർഭപാത്രം എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിന് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലം കുരുതിക്കളമാക്കാൻ നമ്മൾ വിട്ടുകൊടുക്കും. കുരുതിക്കളമാക്കുക. ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ ഒന്നാം പ്രമാണം, എൻ്റെ ദൈവം നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലുള്ളവനാണ് ഈ പറയണത്. എൻ്റെ ഈശോ എൻ്റെ പുറത്ത് നിന്നിട്ട് എന്നോട് പറയുന്നതല്ല ഒന്നാം പ്രമാണം. നിങ്ങൾ ചിന്തിക്കുക, ഒരു ദൈവം വന്ന് എൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് എന്നോട് പറയുന്നതല്ല ഒന്നാം പ്രമാണം.
എൻ്റെ ഉള്ളിലുള്ള ദൈവം എന്നോട് സംസാരിക്കുന്നതാണ് ഒന്നാം പ്രമാണം. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു എന്ന് ഉള്ളിൽ നിന്ന് സ്വരം കേട്ടാലാണ് ഒന്നാം പ്രമാണത്തെ ലംഘിക്കാതിരിക്കാൻ പറ്റുള്ളൂ. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു എന്ന് ഉള്ളിൽ നിന്നാണ് പറയുന്നത് ഒന്നാം പ്രമാണത്തിൽ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാനല്ലാതെ, ഉള്ളിലുള്ള ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്. ഇത് ഉണ്ടാകുകയല്ല, നമ്മൾ ഉണ്ടാക്കുക. അപ്പം ഞാൻ ആ ദൈവത്തെ കൊണ്ട് തന്നെ ഞാൻ ആഭിചാരം ചെയ്യുമ്പോഴും മന്ത്രവാദം ചെയ്യുമ്പോഴും കൂടോത്രം ചെയ്യുമ്പോഴും എല്ലാം ഈ ദൈവത്തെ കൊണ്ടാണ് ഞാനിത് ചെയ്യിക്കണത്. ഈ ദൈവത്തെ കൊണ്ട് ഞാനിത് ചെയ്യിക്കുമ്പോൾ ഈ ദൈവം വസിക്കുന്ന എൻ്റെ കുടുംബം, എൻ്റെ ജോലി മേഖലകൾ, എൻ്റെ വാഹനം, എൻ്റെ ശരീരം, ഇതെല്ലാം സാത്താന് ഞാൻ എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഒരു അന്യ മതസ്ഥനെ വിവാഹം കഴിക്കുന്ന പെൺകുട്ടികൾ ആൺകുട്ടികളും ചെയ്യുന്നു. അതുവഴി അവരാരാധിച്ചിരുന്ന എല്ലാ വിഗ്രഹങ്ങളെയും മൊത്തത്തിൽ ഇങ്ങോട്ട് പോരട്ടെ എന്ന് പറയലാത്. കത്തോലിക്ക സഭയിലേക്ക് നമ്മൾ പറയും മാമോദിസ മുക്കാന്ന്. പക്ഷെ അപ്പോഴൊരു മാമോദിസ മുങ്ങുന്നത് ഇതിനെ അല്ലെങ്കിൽ ഇവളെ വിവാഹം കഴിക്കാൻ വേണ്ടി മാത്രമാണ്. യേശുവിനെ അറിഞ്ഞ് മാമോദിസ മുക്കുന്നവരാണ് കത്തോലിക്ക സഭയിൽ സ്വീകരിക്കപ്പെടുള്ളൂ. ദൈവത്തിൻ്റെ നിശ്ചയമുണ്ട് അതിന് പുറകിൽ. എൻ്റെ തെരഞ്ഞെടുപ്പല്ല കത്തോലിക്ക സഭയിലേക്കുള്ള എൻട്രി, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ ഒന്നാം പ്രമാണം ലംഘിച്ചിട്ടുണ്ടോ, ഉടനെ ആ സ്പിരിറ്റ് നിന്നെ കൊണ്ട് ആറാം പ്രമാണവും ലംഘിപ്പിക്കും. തമ്മിലൊരു കണക്ഷനുണ്ട്. ഇത് രണ്ടും എൻ്റെ ഉള്ളിലുള്ള ദൈവത്തോട് ഞാൻ പറയാം, നീ വ്യഭിചരിച്ചോ, നീ പിശാചിനെ ആരാധിച്ചോ. ഇത് തന്നെയാണ് മരുഭൂമിയിലെ പരീക്ഷയുടെ സമയത്ത് സാത്താൻ വന്ന് ദൈവത്തോട് പറഞ്ഞത് എന്താ, ഈ കാണുന്നതൊക്കെ എൻ്റേതാ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഒന്നെന്നെ ആരാധിച്ചാൽ മതി, ഇതെല്ലാം ഞാൻ നിനക്ക് തരാം, ഇതെല്ലാം ഞാൻ നിനക്ക് തരാം. പ്രിയപ്പെട്ട ദൈവജനമേ, ഇത് നമ്മുടെ ഉള്ളിൽ ഈ ഒരു സ്ട്രഗിൾ ഉണ്ട്. നമ്മുടെ ഉള്ളിൽ ഈ ഒരു സ്ട്രഗിൾ ഉണ്ട്. ദൈവം നമുക്കൊരു മാലാഖയെ തന്നിട്ടുണ്ടെങ്കിലും അതെൻ്റെ പുറത്താണോ അകത്താണോ? ദൈവം തന്നിരിക്കുന്ന കാവൽ മാലാഖ, ദൈവം തന്നിരിക്കുന്ന കാവൽ മാലാഖ എന്നോട് കൂടെ നടക്കുന്ന മാലാഖയാണോ, എന്നിൽ ഉള്ള മാലാഖയാണോ? ഏതാണ്? കൂടെ നടക്കുന്നതാണോ, ഉള്ളിലുള്ളതാണോ? മാലാഖ എവിടെയാ? എൻ്റെ കൂടെയാണോ, ഉള്ളിലാണോ? മാലാഖ ആരെയാ പ്രൊട്ടക്ട് ചെയ്യണം? എന്നെയാണോ ആത്മാവിനെയാണോ? ആത്മാവ് ഉള്ളിലാണോ പുറത്താണോ? മാലാഖ എവിടെയാ? മാറ്റി പറഞ്ഞു. അപ്പൊ തന്നെ നമ്മൾ മാറ്റും. മാലാഖ എവിടെയാ? മാലാഖ എവിടെ? ഉള്ളിലാണോ പുറത്താണോ? സഭയുടെ പാരമ്പര്യം, സഭയുടെ പ്രബോധനം അനുസരിച്ച് സഭ പഠിപ്പിക്കുന്നത് എന്താ? എനിക്കത് കേട്ടാൽ നിങ്ങളുടെ പഠനം ഭയങ്കര പഠനമായിരിക്കും. അത് നിങ്ങൾ ചിലപ്പോൾ മാലാഖയ്ക്ക് ജീൻസും ടോപ്പൊക്കെ ഇട്ടിട്ട് മാലാഖ ഇങ്ങനെ നിൽക്കണ്ട. നിങ്ങൾ പഠിപ്പിച്ചു വരുമ്പോൾ മാലാഖ എങ്ങനെയാ? മാലാഖ എങ്ങനെയാ? നീ എന്ത് വേഷം ധരിക്കുന്നുവോ ആ വേഷം തന്നെ നിന്റെ മാലാഖയ്ക്ക് ഉണ്ടെന്നുള്ളത് നീ മനസ്സിലാക്കാം സ്പിരിച്വലി. അപ്പം അതുകൊണ്ട് നിന്റെ വേഷം വിശുദ്ധമാണെങ്കിൽ നിനക്ക് കിട്ടുന്ന മാലാഖയുടെ പ്രൊട്ടക്ഷനും വിശുദ്ധമായിരിക്കും. നിന്റെ വേഷം വിശുദ്ധമല്ലെങ്കിൽ മാലാഖയിൽ നിനക്ക് കിട്ടുന്ന പ്രൊട്ടക്ഷനിലും വ്യത്യാസം ഉണ്ടാവും. നിന്റെ ആത്മാവ് വിശുദ്ധമാണെങ്കിൽ മാലാഖയിൽ നിന്ന് കിട്ടുന്ന പ്രൊട്ടക്ഷനും വ്യത്യാസം ഉണ്ടാവും. ഞാൻ നിങ്ങളോട് ചോദിച്ചത് ഹോംവർക്ക് അടുത്ത ധ്യാനത്തിന് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ഞാൻ ഇട്ട് കേട്ടിട്ട് നിങ്ങൾക്ക് വിടാം. അപ്പോൾ അടുത്ത ധ്യാനത്തിന് നിങ്ങൾ വരണം ഒരു ഉത്തരം തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, മെയ് 31 ഇവിടെ ധ്യാനം തുടങ്ങും. മെയ് 31, 1, 2 ദിവസങ്ങളിൽ ഇവിടെ വീണ്ടും ധ്യാനമുണ്ട്. ഞാൻ തന്നെയാ. ആ ധ്യാനത്തിന് നിങ്ങൾ പെന്തക്കോസ്ത് അനുഭവ ധ്യാനത്തിന് വരണമെന്ന് പറഞ്ഞത്, അത് പരിചയ ധ്യാനമാണ്, അതിന് വരാം. അപ്പോൾ മെയ് 31, 1, 2 ഇവിടെ തന്നെ ധ്യാനമുണ്ട്. അപ്പോൾ ആ ധ്യാനത്തിന് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ പറയുക, ചോദ്യം ഞാൻ തന്നിട്ട് വിടും, ഹോംവർക്കാ. മാലാഖ എൻ്റെ ഉള്ളിലാണോ പുറത്താണോ? അത്രയേ ഉള്ളൂ.
മാലാഖ എനിക്ക് തരുന്ന പ്രൊട്ടക്ഷൻ എൻ്റെ ആത്മാവിനാണ്. എൻ്റെ ആത്മാവ് വസിക്കുന്നത് എൻ്റെ ശരീരത്തിനകത്താണ്. കാരണം ആത്മാവിൻ്റെ ആലയം മാത്രമാണിത്. അപ്പോൾ ഈ മാലാഖയ്ക്ക് ദൈവം കൊടുക്കേണ്ട പ്രൊട്ടക്ഷൻ, മാലാഖയിലൂടെ ആത്മാവിന് ദൈവം കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ അകത്തോ പുറത്തോ? അത്രേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. യോഹന്നാൻ 6:63 എന്താ പറയുന്നത്? ശരീരം ഒന്നിനും ഉപകരിക്കാത്തതിന് എന്തിനാ കാവല്? ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് വചനം പറയുന്നുണ്ട്. പിന്നെ അതിനെന്തിനൊരു കാവല്? വചനം പഠിപ്പിച്ച ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നതെങ്കിൽ ഉപകരിക്കാത്തതിന് കാവലിന്റെ ആവശ്യമുണ്ടോ പ്രിയപ്പെട്ടവര്? ഉണ്ടോ? ഉണ്ട്. ഉണ്ട്. ഹല്ലേലൂയ. അത് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ടിരിക്കട്ടെ കേട്ടോ. ഹോംവർക്കായിട്ട് നിങ്ങളത് പഠിച്ചിട്ട് കൊണ്ടുവന്ന് പറഞ്ഞു തന്നാൽ മതി. എനിക്ക് കേൾപ്പിച്ച് എനിക്ക് അറിയാത്തതുകൊണ്ട് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ മറുപടി തരണേ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്, വസിക്കുന്നുണ്ട്. 2 തരത്തിൽ വസിക്കാം. അതിന് 1 ദൈവത്തിൻ്റെ ആത്മാവിന് നിങ്ങളിൽ വസിക്കാം, 2 യഥാർത്ഥത്തിൽ വസിക്കാം. അതായത് ദൈവം നിക്ഷേപിച്ച അവസ്ഥയിലും അധികാരത്തിലും അതിന് നിങ്ങളിൽ വസിക്കാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ദൈവം നിശ്ചയിച്ച അവസ്ഥയിലും അധികാരത്തിലും ദൈവത്തിൻ്റെ ആത്മാവിന് നിങ്ങളിൽ വസിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. അങ്ങനെ വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മീയരാണ്. വീണ്ടും പറയുന്നു, ക്രിസ്തുവിൻ്റെ ആത്മാവിന് നിങ്ങൾ വായിച്ചത്, ക്രിസ്തുവിൻ്റെ വായിച്ചത് ആമേൻ. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിന് ഉള്ളവൻ അല്ല. ആമേൻ. ഹല്ലേലൂയ. പക്ഷെ ക്രിസ്തു ഈ ആത്മാവിനെ നമ്മളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ക്രിസ്തു പറയുന്നു ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. എന്തുകൊണ്ടാ? ഓൾറെഡി ആത്മാവ് ഉണ്ടല്ലോ. ഓൾറെഡി നമ്മുടെ ആത്മാവുണ്ട്, ദൈവാത്മാവുണ്ട്. ഉണ്ടോ? അത് ക്രിസ്തുവിൻ്റെ ആത്മാവാണോ? നമ്മളിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, അത് ക്രിസ്തുവിൻ്റെ ആത്മാവാണോ? അടുത്ത ഹോംവർക്ക്. ക്രിസ്തുവിൻ്റെ ആത്മാവാണോ? ആണോ? ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിന് ഉള്ളവൻ അല്ല. അപ്പൊ ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ പ്രത്യേകത എന്താ? ക്രിസ്തുവിൻ്റെ ആത്മാവ് സഹനത്തിൻ്റെയാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ ക്രിസ്തു എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി. ക്രിസ്തു എന്താ? ക്രിസ്തു എന്താണ്? യേശു എന്താണ്? ക്രിസ്തു എന്ന് പറയുന്ന ദൈവം വന്ന ശരീരമാണ് യേശു. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ക്രിസ്തു എന്ന ദൈവം ലോകത്തിലേക്ക് വന്ന് ഒരു ശരീരത്തിൽ വസിച്ചു. ആ ശരീരത്തിൻ്റെ പേരാണ് യേശു. അപ്പൊ ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്താ? അപ്പൊ ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്താ? സഹനത്തിൻ്റെ ആത്മാവാണ്, ജീവൻ്റെ ആത്മാവാണ്, എളിമയുടെ, വിശ്വാസത്തിൻ്റെ, കരുണയുടെ ആത്മാവാണ്. കാരണം ക്രിസ്തു ലോകത്തിലേക്ക് വന്നവനാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവ് സ്വർഗം വിട്ടു വന്നതാണ്. കാരണം എന്താ? ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് എല്ലാ ആരാധനാസ്തുതി സ്തോത്രങ്ങളിൽ നിന്ന് ലോകത്തിലേക്ക്, മനുഷ്യരുടെ ഇടയിലേക്ക് ക്രിസ്തു കടന്നു വന്നു. ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ ക്രിസ്തുവിൻ്റെ എളിമയുടെ, കരുണയുടെ, അനുകമ്പയുടെ ഒക്കെ ആത്മാവ് എൻ്റെ
ഉള്ളിൽ ഉണ്ടാകണം. ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാ. എന്നാൽ നിങ്ങളുടെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. രണ്ടാമത് പറഞ്ഞു ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ. അവിടെ ആത്മാവ് മാറിയോ? നോക്ക്, വായിച്ചു നോക്ക്, എൻ്റെ മുഖത്തല്ല, ബൈബിളിൽ നോക്ക്. 10ാമത്തെ വാക്യം, എന്നാൽ നിങ്ങളുടെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു, അവിടെ ആത്മാവെന്ന് പറഞ്ഞിട്ടില്ല, ക്രിസ്തുവിൻ്റെ ആത്മാവെന്ന് ആദ്യം പറഞ്ഞത് മാറ്റി ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. അപ്പം നിങ്ങളുടെ ആത്മാവ് വേറെയായി, ക്രിസ്തു വേറെയായി. ശ്രദ്ധിച്ചാണോ നിങ്ങൾ വായിക്കുന്നത്? ശ്രദ്ധിച്ചോ? ആദ്യം പറഞ്ഞു ക്രിസ്തുവിൻ്റെ ആത്മാവെന്ന് പറഞ്ഞു, രണ്ടാമത് പറയുന്നു ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലെന്ന് പറഞ്ഞു, മൂന്നാമത് പറയുന്നു നിങ്ങളുടെ ആത്മാവെന്ന് പറയുന്നു. ഏതാ നിങ്ങളിൽ സ്വീകരിക്കണേ? മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാകുന്നുണ്ടോ? ഇല്ല, അതാണ് വിഷയം. ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇല്ലാത്തവൻ ക്രിസ്തുവിന് ഉള്ളവനല്ല, ആദ്യത്തെ വാക്യം. രണ്ടാമത് പറയുന്നു, എന്നാൽ നിങ്ങളുടെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. അപ്പം രണ്ടാമത് പറഞ്ഞ ക്രിസ്തുവും ആദ്യം പറഞ്ഞ ക്രിസ്തുവിൻ്റെ ആത്മാവും മൂന്നാമത് പറയുന്ന നിങ്ങളുടെ ആത്മാവും തമ്മിൽ എന്താ വ്യത്യാസം? ഇതിലേതാ സത്യം? ബൈബിള് കുറെ ബൈഹാട്ടാക്കി വെച്ചിട്ടല്ല, ഇതിലേതാ സത്യം? ഇത് പറ മക്കള്, പറ. ആദ്യം പറയുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. അപ്പൊ ക്രിസ്തുവിൻ്റെ ആത്മാവുണ്ട്. രണ്ടാമത് പറയുന്നത് ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അവൻ്റെ നീതി നിമിത്തം നിങ്ങൾ ജീവനുള്ളവനായി തീരും. നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായി തീരും. അവിടെ പറയുന്നത് നിങ്ങളുടെ ആത്മാവ്. അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്. ഞാൻ ആദ്യം പറഞ്ഞ ആത്മാവ് ക്രിസ്തുവിൻ്റെ ആത്മാവും ഒന്നാണോ എന്ന് ചോദിച്ചത് അതുകൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്താ? അപ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്താ? ചങ്ങനാശ്ശേരിക്കാർ പോരാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊച്ചിക്കാർ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൊച്ചിയിൽ നിന്ന് വന്നവർ പറഞ്ഞേ പോരാ. ഹല്ലേലൂയ. അങ്കമാലിയിൽ നിന്ന് വന്നവരും തിരുവനന്തപുരത്ത് നിന്ന് വന്നവരൊക്കെ ഒന്ന് പറഞ്ഞേ. എല്ലായിടത്തും ഉണ്ടല്ലോ ഇവിടെ. ആസാമിൽ നിന്ന് വന്നവർ പറഞ്ഞേ, ബാംഗ്ലൂരിൽ നിന്ന് വന്നവരൊക്കെ ഒന്ന് പറഞ്ഞേ. എല്ലാ സ്ഥലത്തു നിന്നും ആളുണ്ട്, ആള് മാത്രമേ ഉള്ളൂ, ആത്മാവില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ 1 മുതൽ തുടങ്ങുന്ന ഈ വാക്യം 17 വരെയുണ്ട്. ഇത് നിങ്ങൾ ആത്മാർത്ഥതയോടെ ശ്രദ്ധയോടെ നിങ്ങൾ വായിക്കേണ്ട ഒരു ഭാഗമാണ്, തമാശയല്ല. ശ്രദ്ധയോടെ വായിച്ച് അതിൽ നിന്ന് നിങ്ങൾക്ക് വലിയൊരർത്ഥം, നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ബോധ്യം സ്ലീഹ നമ്മെ പഠിപ്പിച്ച് തരുന്നതാണ്. പല ആവർത്തി ഈ ഒരു പോർഷൻ ഞാൻ പല ആവർത്തി ഞാനിരുന്ന് വായിച്ചൊരു പോർഷനാണ്. പലപ്പോഴും ഇതിനകത്ത് ഇനിയും വെളിപ്പെട്ട് കിട്ടാനായിട്ട് ഒത്തിരി സത്യങ്ങളുണ്ട്. ഈ ഒറ്റൊരു പോർഷൻ നിങ്ങൾ വായിച്ച് ധ്യാനിച്ചാൽ ഒരു 5 ദിവസം ധ്യാനത്തിനുള്ള വകുപ്പ് ഈ ഒരു പാരഗ്രാഫിലുണ്ട്. കാരണം അത് വായിക്കുന്നതോറും, ഞാനിപ്പോൾ ഓടിച്ചു വിട്ടതാണ്, കാരണം നിങ്ങൾക്ക് വിശന്നിരിക്കുകയല്ലേ, ഭക്ഷണം കഴിക്കണ്ടേ വേണ്ടാന്ന് പറയുമെന്ന് വിചാരിച്ചു, കഴിക്കണം. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ ഓടിച്ചു വിടുക. അതുകൊണ്ടാണ് ഞാനിത് പെട്ടെന്ന് എടുത്തത്. പക്ഷെ ഇതല്ല, അതിൽ ഓരോ വേർഡ് ബൈ വേർഡ് മീനിങ് എടുത്ത് പറയാനാണെങ്കിൽ ഈ ഒരു ഇതിൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള പ്രവണതകൾ ഏതൊക്കെയാണെന്നുള്ളത് അതിൻ്റെ വെളിപ്പെടുത്തലുണ്ട്. ശരീരത്തിൻ്റെ പ്രവണതകൾ, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ എന്താണെന്നുള്ളത് ഇതിനകത്ത് തന്നെയുണ്ട്.
ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ എന്താണെന്നുള്ളത് ഈ 17 വാക്യത്തിനുള്ളിൽ തന്നെ ഈശോയുടെ ആ ജ്ഞാനം മറച്ചു വെച്ചിട്ടുണ്ട്. അത് ഓപ്പണായി കിട്ടിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾക്ക് ഒരുപാട് മേഖലകളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി, ആത്മാവിൻ്റെ ഒത്തിരി മേഖലകളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി വരും. ഈ ഒരു അധ്യായം ആത്മാവിലുള്ള ജീവിതം എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ 17 വാക്യം നിങ്ങൾ വായിച്ച് ധ്യാനിച്ചാൽ പാപത്തെ ഉപേക്ഷിക്കാൻ ശരീരം തയ്യാറാകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. പാപത്തെ ഉപേക്ഷിക്കാൻ ശരീരം തയ്യാറാകും, ഉറപ്പാണ്. അത് നിങ്ങൾ ആഴത്തിൽ ധ്യാനിച്ച് വായിക്കണം. വായിച്ചു പോകരുത് ബൈബിൾ ഒരിക്കലും. ആഴത്തിൽ ധ്യാനിച്ച് വായിച്ചാൽ പ്രിയപ്പെട്ട ദൈവജനമേ, അതുമൂലം നിങ്ങളുടെ പാപത്തെ, പതിവായി ചെയ്യുന്ന പാപ സാഹചര്യങ്ങളെ, പാപത്തെ ഉപേക്ഷിക്കാൻ നിങ്ങൾ പോലും അറിയാതെ തീരുമാനമെടുക്കും. അതാണ് റോമ 8. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ടേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ദൈവത്തിന് മുമ്പിലേക്ക് സമർപ്പിച്ച തന്നവന് തന്നെ അത് തിരിച്ചു കൊടുത്തേ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ അത് നമ്മളിലേക്ക് തന്നവന്, ഭക്ഷണം നമ്മുടെ മുൻപിൽ ഒരു ഫോമിലാണ് എത്തുന്നത്. അത് പല ഫോമിൽ ദൈവം ഈ ലോകത്തിലേക്ക് തന്നത് നമ്മളത് മിക്സ് ചെയ്ത് ഒറ്റ ഫോമിലാക്കി നമ്മുടെ ശരീരം സ്വീകരിക്കുന്ന സമയം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, വിതച്ചത് മുതൽ വിളമ്പിയത് വരെ ആ ഭക്ഷണത്തിലുണ്ട്. ഇതെല്ലാം ചേർന്നാണ് ഭക്ഷണം. അനുഗ്രഹിക്കണം ഓരോരുത്തരും. നമ്മുടെ മുന്നിൽ അത് എത്തിച്ചേരാൻ കഷ്ടപ്പെട്ടവരെ കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കാനായിട്ട് ഈ സമയം നിങ്ങൾ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഞങ്ങളിപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തെ അവിടെ നിന്ന് ആശീർവദിക്കണമേ. നിൻ്റെ പരിശുദ്ധ രക്തം അതിൽ വീഴട്ടെ. നിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ രക്തക്കണ്ണുനീരിനാൽ അത് വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഞങ്ങൾക്ക് രോഗസൗഖ്യത്തിനും ദൈവസ്നേഹം നിറയുന്നതിനും കാരണമാവട്ടെ. കർത്താവെ, ഇത് ഞങ്ങൾ ഇരുന്ന് കഴിക്കുന്ന ഈ ആലയത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഇത് ഞങ്ങൾക്ക് വിളമ്പുന്നവരെ അനുഗ്രഹിക്കണമേ. ഇത് സ്വീകരിക്കുന്ന ഞങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെയും അനുഗ്രഹിക്കണമേ, വിശുദ്ധമാക്കണമേ. ആമേൻ.